ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സെബാസ്റ്റ്യൻ അവർ, ബഹുമാനിയായ ഉദ്ഘാടക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ ഷെരീഫ് അവർ, ഈ സെമിനാർ സംഘടിപ്പിക്കുന്നതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച ശ്രീ ലോറൻസ് സാർ, വ്യവസായ വകുപ്പിലെ പ്രിയപ്പെട്ട വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓഫീസർമാരായ ശ്രീ ചന്ദ്രൻ സാർ, ശ്രീമതി നിഷ മാഡം, ഇന്നിവിടെ അടുത്ത സെഷൻ കൈകാര്യം ചെയ്യുന്ന വ്യവസായ വകുപ്പിലെ പ്രിയപ്പെട്ട ഓഫീസർ, വിവിധ സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള വ്യവസായ സംരംഭകരെ, പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള മാനസിക തയ്യാറെടുപ്പുമായി ഈ ക്ലാസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൂടാതെ ഈ 97 പേർ അടങ്ങുന്ന ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സുമനസ്സുകളെ, എന്നെപ്പറ്റി ശ്രീ ലോറൻസ് സാർ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ആദ്യമായി അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ കുറച്ച് 100 ദിവസമേ ആയിട്ടുള്ളൂ ഞങ്ങൾ അടുത്ത് പരിചയപ്പെട്ടിട്ട്. പക്ഷെ ഒരു പ്രാവശ്യം പോലും മുഖാമുഖം നേരിൽ കണ്ടിട്ടില്ല, ഫിസിക്കൽ മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ബന്ധപ്പെടലുകളും വർത്തമാനങ്ങളും എഴുത്തുകളും സൗഹൃദങ്ങളും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിലൂടെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന ഒരു സ്ഥാനം അദ്ദേഹത്തിന് എന്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടു. അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം വ്യവസായ വകുപ്പിലെ മറ്റൊരുപിടി ഉദ്യോഗസ്ഥന്മാരും നേരത്തെ സൂചിപ്പിച്ച ക്ലബ് ഹൗസ് പ്ലാറ്റ്ഫോമിലെ എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളൊരു ടീമായി നിന്നുകൊണ്ട് കേരളത്തിന് പുറത്തുമുള്ള, ഇന്ത്യക്ക് പുറത്തുമുള്ള നമ്മളെ കേൾക്കുവാൻ എത്തുന്ന വ്യവസായ സമൂഹത്തിന് വേണ്ടി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി വരുന്നുണ്ട്. ആ ചങ്ങാത്തമാണ്, ആ ബന്ധമാണ് ഇത്തരത്തിൽ നമ്മുടെ വ്യവസായ വകുപ്പിന്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഒരു സെമിനാറിൽ പങ്കെടുക്കുവാൻ അദ്ദേഹം എന്നെ സ്നേഹപൂർവ്വം നിർബന്ധിച്ചത്. ആ നിർബന്ധം എന്റെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗം കൂടിയാണ് എന്ന് മനസ്സിലാക്കിയാണ് ഈ ഇന്നത്തെ സെമിനാറിൽ ക്ലാസ്സിലെത്തുവാൻ ഞാൻ സമയം ക്രമപ്പെടുത്തിയത്. എനിക്ക് ശേഷം വ്യവസായ വകുപ്പിന്റെ പദ്ധതികളെയും സേവനങ്ങളെയും പറ്റി ശ്രീമതി EA രജനി എന്ന വ്യവസായ ഓഫീസർ ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു സംരംഭവുമായി ഒരു സംരംഭകൻ വരുമ്പോൾ അത്യാവശ്യം ആ സംരംഭകൻ അറിഞ്ഞിരിക്കേണ്ടുന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ അറിഞ്ഞിരുന്നില്ല എങ്കിൽ ആ സംരംഭകന് ഏതൊക്കെ തരത്തിൽ പോയി പ്രശ്നങ്ങളിൽ പെടാം എന്നുള്ള വിഷയത്തെ പറ്റി നിങ്ങളുമായി സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഈ വർത്തമാനത്തിനിടയിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് കുറിച്ചു വെക്കണം. നിങ്ങളുടെ അടുത്ത ഒരു ബുക്കോ പേപ്പറോ എടുത്തിട്ട് ഒന്ന് കുറിച്ചു വെക്കണം. എന്റെ വർത്തമാനം കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് ഉത്തരവും തരാം. ആകാശവാണിയുടെ റേഡിയോ ഇരുന്ന് പാട്ട് പാടുന്നത് പോലെ സംസാരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇന്ററാക്റ്റീവ് സെഷൻ. ഇതിലെ ഹോസ്റ്റ് ലോറൻസ് സാർ ഉണ്ട്, കോ ഹോസ്റ്റ് ചന്ദ്രൻ സാർ ഉണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ എല്ലാ പാർട്ടിസിപ്പൻസിനെയും മ്യൂട്ട് ചെയ്യാം. എല്ലാ പാർട്ടിസിപ്പൻസിനെയും നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാം.
കാര്യം ഓരോരുത്തരും അവരവരുടെ ഓഫീസിൽ ഇരുന്നുകൊണ്ടോ വ്യവസായ സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ടോ വീടുകളും അപശബ്ദങ്ങളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. എങ്കിലും സുഗമമായ നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്റെ ഈ സംസാരത്തിനിടയിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ കുറിച്ചു വെക്കുകയും അത് കൃത്യമായി നിങ്ങൾ ചോദിക്കുകയും വേണം. അപ്പോൾ മാത്രമാണ് VM തോമസ് ഒന്ന് മ്യൂട്ട് ചെയ്യണം, സാബു ആൻഡ്രൂസ് ഒന്ന് മ്യൂട്ട് ചെയ്യണം, മധു ഒന്ന് മ്യൂട്ട് ചെയ്യണം. സാബു ആൻഡ്രൂസ് മ്യൂട്ട് ചെയ്യണം. കാര്യം ഇങ്ങനെ അപശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ സമയമാണ് നഷ്ടപ്പെടുക. ഞാനൊരു പരിധി വരെ കഴിഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് സംശയങ്ങൾ ചോദിക്കുവാൻ നിങ്ങൾ അത് തയ്യാറാക്കി കുറിച്ചു വെക്കുകയും വേണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു വ്യവസായം തുടങ്ങുന്നതിന് സുമാർ 40ഓളം നിയമങ്ങൾ ആ വ്യവസായി പാലിച്ചിരിക്കണം. പക്ഷെ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ നമ്മുടെ കുടിൽ വ്യവസായം എന്ന നിലയിലുള്ള വ്യവസായങ്ങൾ തുടങ്ങുന്നതിനോ സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നതിനോ ഇതെല്ലാം വേണമോ എന്ന് ചോദിച്ചാൽ ഇല്ല. എങ്കിലും ഒരു ശരാശരി വ്യവസായം തുടങ്ങുന്നതിന് 40-ലധികം നിയമങ്ങൾ പാലിച്ചു വേണം ഒരു ശരാശരി വ്യവസായം നമ്മുടെ നാട്ടിൽ തുടങ്ങുവാൻ. അത് ആ വ്യവസായത്തിൽ കൈകാര്യം ചെയ്യുന്ന സംരംഭം ഏത്, അല്ലെങ്കിൽ അവിടുത്തെ ഉൽപാദനം എന്ത്, ഉൽപാദന പ്രക്രിയ നടത്തുന്ന സ്ഥലത്താണെങ്കിൽ ഉൽപാദനം എന്ത്, വിപണന മേഖലയാണെങ്കിൽ എന്ത് വിപണനമാണ്, എപ്രകാരമാണ് എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് ഈ കംപ്ലയൻസ് നിയമങ്ങൾ ഈ 40 എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളിൽ ഭൂരിപക്ഷവും ഒരുപക്ഷെ പ്രൊപ്രൈറ്ററി വ്യവസായം ചെയ്യുന്നവരായിരിക്കും. പ്രൊപ്രൈറ്ററി വ്യവസായം എന്ന് പറഞ്ഞാൽ ഒറ്റയാൾ വ്യവസായം. നിങ്ങൾ തന്നെ അതിന്റെ മുതലാളി, നിങ്ങൾ തന്നെ അതിന്റെ പ്രധാനി, നിങ്ങൾ തന്നെ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരൻ. അത് ഏറ്റവും സൂക്ഷ്മമായ ഒരു വ്യവസായ രൂപമാണ്. പ്രൊപ്രൈറ്ററി വ്യവസായം. ആ പ്രോഡക്റ്റിന്, ഉൽപാദനമാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിന്, വിപണനമാണെങ്കിൽ നിങ്ങളിൽ നിന്ന് വാങ്ങുവാനുള്ള ആളുകൾക്ക്, സേവനമാണെങ്കിൽ നിങ്ങളെ ആളുകൾ അപ്പൊ അതിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ചെറിയ സാക്ഷയികളിലാക്കി കച്ചവടം നടത്താൻ നിങ്ങൾ തീരുമാനിച്ചാൽ ആ ബിസിനസ് നിങ്ങൾ തെറ്റായ സ്ഥലത്ത് കൊണ്ടുപോയി തെറ്റായ സാധനമാണ് നിങ്ങൾ പ്രയോഗിച്ചത് എന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഓരോ വ്യവസായം തുടങ്ങുന്നതിന് മുമ്പും ഇത് ഈ ദേശത്തിനും സമൂഹത്തിനും തന്റെ അറിവിനും കഴിവിനും സാമ്പത്തിക കോശസ്ഥിതിക്കും യോജിച്ചതാണോ എന്ന ഒരു ഗ്രഹപാഠം നടത്തുക. വ്യവസായ വകുപ്പുമായി ചേർന്നുള്ള വ്യവസായമാകുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളെ ഉപദേശിച്ചു തരുവാൻ, കൃത്യമായി നിങ്ങൾക്ക് അതിനുള്ള പരിശീലനം തരുവാനൊക്കെ വ്യവസായ വകുപ്പ് നിങ്ങളെ സഹായിക്കും. ഒറ്റയ്ക്കുള്ള വ്യവസായം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് പങ്ക് വ്യവസായമാണ്, പാർട്ട്ണർഷിപ്പ് വ്യവസായം. പാർട്ട്ണർഷിപ്പ് വ്യവസായത്തിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതെന്റെ സുഹൃത്ത് പറഞ്ഞു, അളിയ നമുക്കൊരു പാർട്ട്ണർഷിപ്പ് തുടങ്ങാം എന്ന് പറയുന്നത് കേട്ടുകൊണ്ട് പാർട്ട്ണർഷിപ്പിലേക്ക് പോകരുത്. ഒരു പങ്കു വ്യവസായത്തിൽ അഥവാ പാർട്ട്ണർഷിപ്പ് വ്യവസായത്തിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് അതിസൂക്ഷ്മമായ ഒരു പരിശോധന, ഒരു മേൽവിചാരം,
നടത്തിയതിന് ശേഷം മാത്രമേ ആകാവൂ. വ്യത്യസ്ത അഭിരുചികളുള്ള ആളുകൾ തമ്മിലാണെങ്കിൽ അതൊരിക്കലും സമഞ്ജസമായി ലയിച്ചു പോവാത്ത അഭിരുചികൾ ഉള്ള ആളുകളാണെങ്കിൽ, പരസ്പരം ഈഗോ വളരുന്ന ആളുകളാണെങ്കിൽ, പ്രവർത്തനങ്ങളിൽ സുതാര്യത കുറവുള്ള ആളുകളാണെങ്കിൽ, അച്ചടക്ക രാഹിത്യമുള്ള ആളുകളാണെങ്കിൽ, അത് എത്ര അടുത്ത സുഹൃത്താണെങ്കിലും ആ സുഹൃത്തുമായുള്ള സൗഹൃദം നിങ്ങൾ തുടരുക. പങ്കു കച്ചവടത്തിൽ ഏർപ്പെടുന്നത് ഗുണകരമല്ല. അപ്പോൾ പങ്കു കച്ചവടം അഥവാ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ജോയിന്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് നിങ്ങളൊരു വ്യവസായത്തെ പറ്റി ചിന്തിക്കുമ്പോൾ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾ കൃത്യമായി ഈ പറഞ്ഞ വസ്തുതകളൊക്കെ യാതൊരു സ്വാധീനത്തിനും വഴങ്ങാതെ നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ച് ഈ പറഞ്ഞ ഗുണഘടങ്ങളൊക്കെ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളുമായി ചേർന്ന് പോകുവാൻ ഉണ്ട് എന്ന് 100% ഉറപ്പുവരുത്തിയതിന് ശേഷമേ അതിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കാവൂ. ഒരു വ്യവസായത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് കുറെ പണം മുടക്കി കുറെ കാലം കഴിഞ്ഞ് വ്യവസായം ദുരന്ത പര്യവസാനമായി തീരുന്നുവെങ്കിൽ പണം മാത്രമല്ല അവിടെ നഷ്ടപ്പെട്ടത്. നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ഒരിക്കലും പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത സമയമെന്ന വലിയ വസ്തുത, ഇതൊക്കെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു ആത്മപരിശോധന കൃത്യമായി എഴുതി കൂട്ടി ഗുണിച്ച് ഹരിച്ച് കുറച്ച് അതിൽ 100 മാർക്ക് കിട്ടുന്ന ആളിനെ മാത്രമേ എപ്പോഴും പങ്കാളിയായി നിങ്ങൾ വ്യവസായത്തിൽ തിരഞ്ഞെടുക്കാവൂ. ഇനി സാധാരണ സ്വന്തം സ്ഥലത്തെ കെട്ടിടത്തിൽ, സ്വന്തം ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ വ്യവസായം ചെയ്യുന്നവരുണ്ട്. അതല്ല വാടകയ്ക്ക് സ്ഥലമെടുത്ത് വ്യവസായം ചെയ്യുന്നവരുണ്ട്. അപ്പൊ വാടകയ്ക്കാണ് നമ്മൾ സ്ഥലമെടുത്ത് വ്യവസായം ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? 3 തരത്തിലാണ് പറഞ്ഞത്. ഒന്ന്, ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യവസായം, മാനുഫാക്ചറിംഗ് ഡിവിഷൻസ്. 2, വിപണനം, മാർക്കറ്റിംഗ്, കച്ചവടം, ട്രേഡിംഗ്. 3, സർവീസ് ഇൻഡസ്ട്രി. അപ്പോ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ആ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ ഭക്ഷ്യവസ്തുക്കൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥാപനം തുടങ്ങുന്നവർ പാലിച്ചിരിക്കേണ്ട നിയമങ്ങളല്ല ഗാർമെന്റ്സിന്റെ വ്യവസായത്തിൽ തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്നു, ഉടുപ്പുണ്ടാക്കി കൊടുക്കുന്ന ആള് അതല്ല ചെയ്യേണ്ടത്. എന്തിരുന്ന പ്രശ്നം തീരുന്നത്? അപ്പോ ഉൽപാദന രംഗത്താണ് നിങ്ങളുടെ വ്യവസായമെങ്കിൽ ഓരോ മേഖലയെയും അനുസരിച്ച് ആ ഉൽപാദന സംരംഭം തുടങ്ങുന്നതിന് വ്യത്യസ്തങ്ങളായ ലൈസൻസുകൾ, അനുവാദ പത്രങ്ങൾ ഭരണകൂടങ്ങളിൽ നിന്നുണ്ടാവണം. അത് ഓരോ സെക്ടർ അനുസരിച്ച് മാറിയിരിക്കും. അപ്പൊ നമ്മളിവിടെ തുടങ്ങാൻ പോകുന്നത് ഒരു വ്യവസായം വാടകയ്ക്കെടുക്കുന്ന ഒരു സ്ഥലത്താണ്. ചിലപ്പോൾ ഒരല്പം കൂടുതൽ ഭൂവിസ്തൃതിയുള്ള ഒരു പ്രദേശത്താണ് വാടകയ്ക്ക് എടുക്കേണ്ടത്. വെറും ഭൂമിയാണ്. അവിടെ നിങ്ങൾക്ക് കെട്ടിടം കിട്ടണം. നിങ്ങളുടെ കാശ് മുടക്കി കെട്ടിടം കെട്ടിയാണ് അവിടെ വ്യവസായം തുടങ്ങാൻ പോകുന്നത്. ഭൂമി മാത്രമാണ് വാടകയ്ക്ക് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പണി പൂർത്തിയായ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് ഭൂമി വാടകയ്ക്കെടുത്ത് നിങ്ങളുടെ മുടക്കിനാലെ അവിടെ കെട്ടിടം കെട്ടി വ്യവസായം തുടങ്ങുന്നു. പണി പൂർത്തിയായ ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് ആ കെട്ടിടത്തിൽ വ്യവസായം തുടങ്ങുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ഒരു വാടക എഗ്രിമെന്റ് എഴുതും. നമ്മുടെ നാട്ടിൽ പൊതുവെ കാണുന്നത് 200 രൂപ പത്രത്തിലോ 300 രൂപ പത്രത്തിലോ ഒരു വാടക എഗ്രിമെന്റ് എഴുതി അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഓരോ പുതുക്കി പോവുക എന്നുള്ളതാണ്. അതൊരു ആചാരം മാത്രമാണ്. നിയമപരമായ 100% പരിരക്ഷയുള്ള ഒരു മാർഗമല്ല, ഒരു സംവിധാനമല്ല, ഒരു ഏർപ്പാടല്ല അത്. 11 മാസം വരെയുള്ള വാടക നിർബന്ധിത രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്തതാണ് വാടക ഉടമ്പടിക്ക്. എന്നാൽ
11 മാസം കഴിഞ്ഞുള്ള എല്ലാ വാടക ഉടമ്പടികളും നിർബന്ധിത രജിസ്ട്രേഷൻ ആവശ്യമുള്ളതാണ്. എപ്പോഴാണ് ഇത് നിർബന്ധമാകുന്നത്? ഈ വാടകക്കെടുക്കുന്ന സ്ഥലത്തിന്റെ കെട്ടിടമുടമയും ലാൻഡ് ലോഡ് വാടകക്കാരനും തമ്മിൽ നാളെ ഒരു തർക്കമുണ്ടാവുകയും ആ തർക്കം കോടതിയിലേക്ക് പോവുകയും ചെയ്യുമ്പോഴാണ് ഈ വാടക പത്രം, വാടക കരാർ, വാടക ഉടമ്പടി രജിസ്ട്രേഷൻ ഇല്ലാത്ത വാടക ഉടമ്പടി ആണെങ്കിൽ അവിടെ ഒരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അപ്പൊ ഒരു വ്യവസായം തുടങ്ങുക എന്ന് പറയുന്നത് 1-2 വർഷത്തേക്ക് വേണ്ടിയിട്ടല്ലല്ലോ, ദീർഘകാലത്തേക്ക് വേണ്ടി നിങ്ങൾ തുടങ്ങുന്ന ഒരു സംരംഭമാണ് വ്യവസായം. അതിനുവേണ്ടി കെട്ടിടമോ സ്ഥലമോ വാടകയ്ക്കെടുക്കുകയാണെങ്കിൽ അവിടെ വാടക ഉടമ്പടി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. വാടക ഉടമ്പടി 1 വർഷത്തിന് മുകളിലേക്കാണെങ്കിൽ വാർഷിക വാടകയുടെ 5% വില വരുന്ന മുദ്രപത്രത്തിലാണ് ആ ഉടമ്പടി എഴുതേണ്ടത്. വാർഷിക വാടകയുടെ 5% മൂല്യമുള്ള മുദ്രപത്രത്തിലേക്കാണ് അത് എഴുതേണ്ടത്. 5 വർഷം വരെയുള്ള ഉടമ്പടിയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. 5 മുതൽ 10 വർഷം വരെയും, 10 മുതൽ 15 വർഷം വരെയും, 15 മുതൽ 20 വർഷം വരെയും, 20 മുതൽ 25 വർഷം വരെയും വരുമ്പോൾ ഈ 5% എന്നുള്ള മുദ്രവിലയിൽ വ്യത്യാസമുണ്ടാകും. അത് കണക്കാക്കുന്ന കാൽക്കുലേഷനിലും വ്യത്യാസമുണ്ടാകും. പക്ഷേ 2% എല്ലാ കാലയളവിലേക്കുമാണെങ്കിലും രജിസ്ട്രേഷൻ ഫീസ് 2% മാത്രമാണ്. അപ്രകാരം നിങ്ങളൊരു വാടക ഉടമ്പടി സ്ഥാപനത്തിന്റെ പേരിൽ എഴുതി രജിസ്റ്റർ ചെയ്യണം. സ്ഥാപനത്തിന് വേണ്ടി പ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഒപ്പിടണം. ഇനിയും ആ സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു പേരൊക്കെ ഇട്ട് പേരിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എല്ലാവരും വ്യവസായങ്ങൾക്ക് ഒരു പേരിടും. ഈ പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പേര് നമ്മളുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ ഇടപാടുകാർ, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഇടപാടുകാർ, പൊതുസമൂഹം, ഇവരൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന പേരായിരിക്കണം. ആ പേരിന് ഒരു വ്യത്യസ്തത ഉണ്ടാവണം. ആ പേര് മറ്റുള്ള പേരുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കണം. ഒരു വ്യവസായത്തിന് ഒരു പേരിടുന്നതിന് കൃത്യമായ അർത്ഥം വേണമെന്നൊന്നും നിർബന്ധമില്ല. കൃത്യമായ ഒരു അർത്ഥം, ഡിക്ഷണറി മീനിങ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഡിക്ഷണറി മീനിങ് ഇല്ലാത്ത എത്രയോ പേരുകൾ ലോക പ്രശസ്തമായിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു പേരിടുമ്പോൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. ആ പേര് എപ്പോഴും സമൂഹവും നിങ്ങളുടെ കസ്റ്റമർ ബേസും പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള പേരായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെയോ, പേരിട്ടു, കടമുറി വാടകയ്ക്കെടുത്തു, പിന്നെ എന്താ ചെയ്യേണ്ടത്? നിങ്ങളത് പ്രൊപ്പറേറ്റർ ആണെങ്കിൽ നേരെ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ചെന്ന് നിങ്ങളൊരു ട്രേഡ് ലൈസൻസിന് അപേക്ഷിക്കണം. അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ചെന്ന് ഞാൻ ഇങ്ങനെ പേരിൽ ഇന്ന വ്യവസായം ഇന്ന കടമുറി കെട്ടിടത്തിൽ ഞാൻ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം കാണിച്ച് അപേക്ഷ കൊടുത്ത് നിങ്ങൾക്കൊരു ട്രേഡ് ലൈസൻസ് അത് തരേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. അത് നിങ്ങൾ സമ്പാദിക്കണം. അതല്ല, വ്യവസായത്തിന്റെ വൈവിധ്യവും വലിപ്പവും വളർച്ചയും അനുസരിച്ച് മറ്റു വ്യത്യസ്തങ്ങളായ ലൈസൻസുകൾ വേറെ ഉണ്ട്. ഇത് ഒറ്റയ്ക്കുള്ള കാര്യമാണ് പറഞ്ഞത്. മറിച്ച് നിങ്ങൾ ഒന്നിലധികം ആളുകൾ ചേർന്ന് പങ്കു കച്ചവടം അഥവാ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ കൃത്യമായി ആ പാർട്ട്ണർഷിപ്പിന് നിങ്ങളൊരു പേരിടണം. അപ്പൊ ഇൻഡിവിജ്വലായിട്ട് നമ്മളൊരു പേരിട്ടു, അത് പ്രൊപ്പറേറ്ററീസ്. അപ്പൊ നിങ്ങൾ പാർട്ട്ണർമാരെല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ച് അതിനൊരു പേര് കണ്ടുപിടിക്കണം. ആ പേരിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം, സ്ഥാപനം രജിസ്റ്റർ ചെയ്യണം.
അത് കേരളത്തിലെ രജിസ്ട്രാർ ഓഫ് ഫേംസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് വഞ്ചിയൂരാണ് അതിന്റെ ഓഫീസ്. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഈ ബിസിനസ് എപ്രകാരം കൊണ്ടുപോകണം എന്നതിനെ പറ്റി നിങ്ങൾ സമയമെടുത്തൊരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് അതിലെ വ്യവസ്ഥകൾ നിങ്ങളുടേതായ ഭാഷയിൽ ഒരു കടലാസിൽ എഴുതി തയ്യാറാക്കണം. ആരായിരിക്കണം ഈ പാർട്ട്ണർഷിപ്പിനെ നയിക്കേണ്ടത്? ഓരോ പാർട്ട്ണർമാരുടെയും ചുമതലകൾ എന്തായിരിക്കണം? ആരായിരിക്കണം അതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കേണ്ടത്? ആരായിരിക്കണം ദൈനംദിന പ്രവർത്തനങ്ങൾ നോക്കേണ്ടത്? ആരായിരിക്കണം ജീവനക്കാരുടെ കാര്യങ്ങൾ നോക്കേണ്ടത്? ആരായിരിക്കണം മാർക്കറ്റിംഗ് കാര്യങ്ങൾ നോക്കേണ്ടത്? ആരായിരിക്കണം ഇതിന്റെ പബ്ലിക് റിലേഷൻസ് നോക്കേണ്ടത്? എന്നിങ്ങനെ ആ വ്യവസായത്തെ ബാധിക്കുന്ന സമഗ്രമായ കാര്യങ്ങൾ ഒരു കടലാസിൽ തയ്യാറാക്കിക്കൊണ്ട് പാർട്ട്ണർഷിപ്പ് ഉടമ്പടികൾ തയ്യാറാക്കി പരിചയമുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയോ ഒരു ബിസിനസ് ലോയറെയോ നിങ്ങൾ സമീപിക്കണം. നിങ്ങളുടെ ഈ തയ്യാറാക്കിയ കരട് രൂപരേഖ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിന്റെ ഒരു പകർപ്പ് പറ്റിയാൽ അവർക്ക് കൊടുത്തിട്ട് സമഗ്രമായ ഒരു പാർട്ട്ണർഷിപ്പ് ഉടമ്പടി നിങ്ങൾക്ക് തയ്യാറാക്കി തരാൻ അവരോട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അപ്രകാരം തയ്യാറാക്കി തരുന്ന പാർട്ട്ണർഷിപ്പ് ഉടമ്പടിയുടെ ഡ്രാഫ്റ്റ് അഥവാ നക്കൽ നിങ്ങൾ കൂട്ടായിരുന്ന് വീണ്ടും ചർച്ച ചെയ്യണം. അതിലെ ഓരോ ഭാഗങ്ങളും കൂട്ടായിരുന്ന് വീണ്ടും ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റങ്ങളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തണമെങ്കിൽ അത് ആ കൺസൾട്ടന്റിനോട് പറഞ്ഞ് അത് കൂട്ടിച്ചേർത്ത് മാറ്റങ്ങൾ വരുത്തി അന്തിമ രൂപമാക്കിയിട്ട് 5000 രൂപ വിലയുള്ള മുദ്രപത്രത്തിലാണ് അത് അച്ചടിക്കേണ്ടത്. അത് ഒപ്പിട്ട് ഈ കൺസൾട്ടന്റ് മുഖാന്തരം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തെടുക്കാം. ചില ആളുകൾ ഇതിന് പകരം ഗൂഗിളിൽ നിന്ന് പലതും എടുക്കും. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് ഫോം കിട്ടും. അതല്ലെങ്കിൽ നേരെ ഒരു ആധാരം എഴുത്ത് നടത്തുന്ന ഒരു ഡോക്യുമെന്റ് റൈറ്ററുടെ അടുത്ത് ചെല്ലും. അവിടുന്ന് ഇതിന്റെ ഒരു കോപ്പി മറ്റാരെങ്കിലും ചെയ്തതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് അതുപോലെ ഒരു സാധനം തയ്യാറാക്കും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് ഒരു പകർപ്പെടുത്തിട്ട് നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് തയ്യാറാക്കും. ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾക്ക് നിരന്തരമായി വയറുവേദന വന്നാൽ, ദഹനക്കേട് വന്നാൽ, വയറ് അപ്സെറ്റ് ആവുന്ന അസുഖം വന്നാൽ നിങ്ങൾ എപ്പോഴും ഒരു കാർഡിയോളജിസ്റ്റിനെ അല്ലല്ലോ കൊണ്ട് കാണിക്കുക, ഡെന്റിസ്റ്റിനെ അല്ലല്ലോ കൊണ്ട് കാണിക്കുക, ENT സ്പെഷ്യലിസ്റ്റിനെ അല്ലല്ലോ കൊണ്ട് കാണിക്കുക, ഒരു നല്ല ഗാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കും, ഇല്ലേ? നെഞ്ചുവേദന വന്നാൽ ഡെന്റിസ്റ്റിന്റെ അടുത്തല്ലല്ലോ പോവുക. ആദ്യം നിങ്ങൾ പറ്റുന്നെങ്കിൽ പോകുന്നത് ഏറ്റവും നല്ല കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോകും. മൂത്രാശയ സംബന്ധമായ അസുഖം വന്നാൽ അതിന്റെ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്താ നിങ്ങൾ പോവുക, യൂറോളജിസ്റ്റിന്റെ അടുത്താ പോവുക. കിഡ്നി സംബന്ധമായ അസുഖം വന്നാൽ നെഫ്രോളജിസ്റ്റിന്റെ അടുത്താ പോവുക. കണ്ണിന് അസുഖം വന്നാൽ ഒപ്താൽമോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്താ പോവുക. ക്യാൻസറിന്റെ അസുഖം വന്നാൽ ഓങ്കോളജിസ്റ്റിന്റെ അടുത്താ പോവുക. പക്ഷെ ഇവരെല്ലാം മൊത്തത്തിൽ ഡോക്ടർമാരെന്നല്ലേ പറയുന്നേ? ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ പോരെ? പിന്നെ എന്തിനാ നിങ്ങൾ അങ്ങനെ മാറി മാറി പോയത്? അതിലെ പ്രത്യേകം വൈദഗ്ധ്യം സിദ്ധിച്ച ആളെ തിരക്കി പോയത് എന്തിനാ? അപ്പൊ അവിടെ കാണിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം നിങ്ങളൊരു വ്യവസായം തുടങ്ങുമ്പോഴും കാണിക്കണം. അവിടെ പിശിക്കരുത്. അവിടെ നിങ്ങളൊരു ഒരു ഒരു അലസത, മടി കാണിച്ചാൽ അവിടെ തുടങ്ങി നിങ്ങളുടെ വ്യവസായത്തിന്റെ ഫൗണ്ടേഷൻ ദുർബലമായി തുടങ്ങി. എപ്പോഴും ശക്തമായിരിക്കേണ്ട ഒരു വ്യവസായം തുടങ്ങുമ്പോൾ അതിനു വേണ്ട അടിസ്ഥാന രേഖകൾ തയ്യാറാക്കുന്നത് പരിചയസമ്പന്നരായ കൺസൾട്ടന്റന്മാർ മുഖാന്തരം മാത്രമായിരിക്കണം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അതിന്റെ കടലാസാണ് ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത്. 2 മുദ്രപത്രമാണ്. ഒരു സുഹൃത്ത് ഒരു ഹോട്ടൽ വ്യവസായം തുടങ്ങുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കൾ, ജ്യേഷ്ഠാനുജന്മാരായ 3 സുഹൃത്തുക്കളോട് സ്ഥലം വാടകയ്ക്കെടുത്തു. ആ 3 ജ്യേഷ്ഠാനുജന്മാര് കുടുംബ വീതമായി കിട്ടിയ സ്ഥലമാണ്. അത് വീതം വെച്ചിട്ടില്ല, ഒന്നിച്ചു കിടക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലം വാടകയ്ക്കെടുത്തു. മാസം 50,000 രൂപ വാടകയ്ക്ക് സ്ഥലം എടുത്തതിന്റെ കടലാസാണിത്.
വാടക ചീട്ടാണ് എഴുതുന്നത്. ഇതെല്ലാം കുളമായതിനു ശേഷമാണ് ഈ ആൾ എന്റെ അടുത്ത് വരുന്നത്. 3 പേർക്കൊണ്ട് അവകാശപ്പെട്ട വസ്തു ഒരാൾ വാടക ചീട്ടിൽ ഒപ്പിട്ട് എന്റെ അടുത്ത് വന്ന ആളിന് കൊടുത്തു, എന്റെ കക്ഷിക്ക് കൊടുത്തു. 3 പേർക്കൂടെ അവകാശപ്പെട്ട വസ്തു പ്രതിമാസം 50,000 രൂപ വാടക നിശ്ചയിച്ച് എന്റെ കക്ഷിക്ക് കൊടുത്തു. മറ്റൊരു അവകാശി അവിടെ കെട്ടിടം പണിയുന്നതിന് എനിക്ക് ആക്ഷേപമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു NOC കൊടുത്തു. ഹോട്ടൽ വ്യവസായം നടത്താൻ വേണ്ടി സ്ഥലം വാടകയ്ക്ക് എടുത്ത ആള് 1 കോടി രൂപ മുടക്കി അവിടെ കെട്ടിട ചമയങ്ങൾ ഉണ്ടാക്കി. 1 കോടി രൂപ മുടക്കി. വർഷം കുറെ കഴിഞ്ഞു. ഈ 3 ജ്യേഷ്ഠ അനുജന്മാർ വസ്തുഭാഗം വെച്ചു. വസ്തുഭാഗം വെച്ചപ്പോൾ സ്ഥലത്തിന് വാടക നിശ്ചയിച്ച് 50,000 രൂപ വാടക നിശ്ചയിച്ച് എഴുതി കൊടുത്ത ഈ ഉടമ്പടിയിൽ ഒപ്പിട്ടിരിക്കുന്ന ആളിന്റെ സ്ഥലത്തല്ല കെട്ടിടം നിൽക്കുന്നത്. കെട്ടിടം പണിഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞ് ഈ അനുമതി പത്രം എഴുതി കൊടുത്ത ആളുമായിട്ട് വാടക ഉടമ്പടി ഇല്ല. ഇതിൽ രണ്ടിലും പെടാത്ത ആളിന്റെ സ്ഥലത്താണ് പാർക്കിംഗ് ഏരിയ ഫിക്സ് ചെയ്തിട്ടുള്ളത്. എന്തായി കഥ? കെട്ടിടം പണിഞ്ഞത് വസ്തു ഉടമസ്ഥന്റെ പേരിൽ തന്നെയാണ്. എന്റെ കാണാമെന്ന കക്ഷി 1 കോടി രൂപ മുടക്കി കെട്ടിടം പണിഞ്ഞത്. ആ ഉടമസ്ഥന്റെ പേരിൽ തന്നെയാണ് അസസ്മെന്റ്. എന്നാൽ കെട്ടിടം പണിയുന്നതിന് ഈ ഒരു NOC അല്ലാതെ ആ വസ്തുവിൽ ഇത്ര രൂപ മുടക്കി കെട്ടിടം പണിയുന്നതും പണിഞ്ഞു കഴിഞ്ഞാൽ എത്ര കൊല്ലത്തേക്ക് അത് ഉപയോഗിക്കാമെന്നുള്ളതും അതിനു മുമ്പ് ഇറങ്ങി പോവേണ്ടി വന്നാൽ അതെങ്ങനെ പരിഹരിക്കണമെന്നുള്ളതും അതല്ല ഇത്ര വർഷം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അതെങ്ങനെ പരിഹരിക്കണമെന്നുള്ളതും ഒക്കെ സംബന്ധിച്ച ഓരോ രേഖയോ കരാറുകളോ തയ്യാറാക്കിയില്ല. ഇപ്പൊ വീതം വെച്ച് കിട്ടിയപ്പോ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമയ്ക്ക് കെട്ടിടം ഉൾപ്പെടെ വിൽക്കണം. കാശിന് ആവശ്യം വന്നു. കെട്ടിടം പണിഞ്ഞ ഈ 1 കോടി മുടക്കി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആള് വാലിൽ തീയും വെച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നു എന്റെ സമീപിച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സുഹൃത്തെ, ഈ എഗ്രിമെന്റ് കോടതിയിൽ കാണിക്കാനൊക്കത്തില്ല. 50,000 രൂപ പ്രതിമാസം വാടക നിശ്ചയിച്ചിട്ടുള്ള എഗ്രിമെന്റ് തയ്യാറാക്കിയിരിക്കുന്ന 100 രൂപ പത്രത്തില. ഇത് 15 വർഷത്തേക്കാണ് നിങ്ങൾ ഈ വാടക ചീട്ട് എഴുതിയിട്ടുള്ളത്. 15 വർഷത്തേക്കുള്ള വാടക ചീട്ടാകുമ്പോൾ സുമാർ വാർഷിക വാടകയുടെ 8% വരുന്ന പത്രത്തിൽ എഴുതണം. ആ 8% വരുന്ന തുകയിൽ നിന്ന് 100 രൂപ കുറച്ച് ബാക്കിയുള്ളതാണ് വാടക മുദ്രവിലയിൽ കുറവ്. ആ തുകയുടെ 10 ഇരട്ടി ഫൈനും അടച്ചെങ്കിൽ മാത്രമേ ഈ സാധനം കോടതി കൊണ്ട് കാണിക്കാനൊക്കത്തുള്ളൂ, കേസ് കൊടുക്കാൻ. അങ്ങനെ കേസ് കൊടുത്തെങ്കിലേ നിങ്ങളെ അവിടെ ഇറക്കി വിടുന്നതിൽ നിന്ന് എതിരായി ഒരു ഇൻജക്ഷൻ ഉത്തരവ് മേടിക്കാനൊക്കത്തുള്ളൂ. പ്രൊവൈഡഡ് നിങ്ങൾ കാശി മുടക്കി കെട്ടിടം പണിഞ്ഞതിന്റെ രേഖകളെല്ലാം കൊണ്ട് കോടതിയിൽ ഹാജരാക്കിയാണ്. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരും വ്യവസായം തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിസ്സാരമെന്ന് തോന്നുന്ന ഈ കാര്യങ്ങൾ ചിരിച്ച മുഖത്തോടുകൂടി ഇരിക്കുമ്പോൾ നിസ്സാരം തന്നെയാണ്. പക്ഷേ ഈ ചിരിച്ച മുഖത്തിന്റെ ഭാവം മാറി വ്യക്തികൾ തമ്മിൽ വൈരാഗ്യത്തിന്റെ രൂപത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ വിചാരിച്ചാലും ഒരു നടക്ക് പരിഹരിക്കാൻ പറ്റാത്തത്ര സംഗതികളിലേക്കാണ് പോകുന്നത്. മറ്റൊന്ന്, അപ്പോൾ വാടക നിയമങ്ങൾക്കനുസരിച്ച് പാർട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കി, പരിചയ സമ്പത്തുള്ള ഒരാളെ കൊണ്ട് പാർട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കിച്ചു. വാടക നിയന്ത്രണങ്ങളെ സംബന്ധിച്ച്, വാടക നിയമത്തെ സംബന്ധിച്ച് ആ വിഷയം അറിയാവുന്ന ആളുകളെ കൊണ്ട് വാടക കരാർ എഴുതി ഉണ്ടാക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തരിശു ഭൂമിയിൽ കെട്ടിടം വെക്കുകയാണെങ്കിൽ അവിടെ കെട്ടിടം വെച്ചാൽ എത്ര വർഷത്തേക്ക് ഉപയോഗിക്കാമെന്നും അതിനു മുമ്പ് പോകേണ്ടി വന്നാൽ ഇതിന്റെ നഷ്ടപരിഹാരം, അല്ലെങ്കിൽ കെട്ടിടം പൊളിച്ചു കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ സ്ഥലമുടമ കെട്ടിടം ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തുകയായി തരേണ്ടത് ഇത്യാദി കാര്യങ്ങൾ അടങ്ങുന്ന വിശദമായ കരാറുകൾ സ്ഥലമുടമയുമായി നിങ്ങൾ ഉണ്ടാക്കണം. മറ്റൊന്ന്, വലിയ ഷോപ്പിംഗ് മാളുകൾ കെട്ടിടങ്ങൾ കെട്ടിയിടും. നിങ്ങളത് വാടകയ്ക്ക് എടുത്തിട്ട് അതിനകത്ത് 10, 15, 20 ലക്ഷം രൂപ മുടക്കി ഇന്റീരിയർ പണികളൊക്കെ ചെയ്യും. സെമി പെർമനന്റ് ആയ കുറെ സ്ട്രക്ചറുകളൊക്കെ ചെയ്യും. ഇളക്കി മാറ്റിക്കൊണ്ട് പോവാൻ പറ്റാത്ത തരത്തിലുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തു കഴിയുമ്പോഴേ 2ാമത്തെ കൊല്ലോ 3ാമത്തെ കൊല്ലോ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് കെട്ടിട ഉടമ പറഞ്ഞാൽ പ്രശ്നമായില്ലേ?
അങ്ങനെ പണം മുടക്കി, കൂടുതൽ പണം മുടക്കി നിങ്ങളുടെ കടമുറികൾ, നിങ്ങളുടെ വ്യവസായ സ്ഥാപനങ്ങൾ നിങ്ങൾ മോടി പിടിപ്പിക്കുമ്പോൾ ആ പണം മുടക്കുന്നവന് നിയമസംരക്ഷണം തരുന്ന വ്യവസ്ഥ നിയമത്തിലുണ്ട്. അപ്രകാരം എഴുതി ഒപ്പിട്ട് ഏർപ്പെടുന്ന എഗ്രിമെന്റുകളെയാണ് ഫിറ്റ് ഔട്ട് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഫിറ്റ് ഔട്ട് എഗ്രിമെന്റ്. അപ്പോൾ നിങ്ങൾ ഒരു കടമുറി, ഒരു പ്ലെയിൻ കടമുറി എടുത്ത് അതിനകത്ത് കൂടുതൽ തുകയ്ക്ക് അലങ്കാര പണികൾ ചെയ്താണ് വ്യവസായത്തിലേക്ക് പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ മുടക്കിയ പണം മുതലാവുന്ന ഏകദേശ കാലം വരെയെങ്കിലും നിങ്ങളെ അതിൽ ഇരുത്തുന്നതിനുള്ള ലോക്ക് ഇൻ പീരീഡ് എന്ന് പറഞ്ഞ ഒരു പീരീഡ് വെച്ചുകൊണ്ട് വാടക ഉടമ്പടിക്ക് പുറമേ എഴുതാവുന്ന ഒരു ഉടമ്പടിയാണ് ഫിറ്റ് ഔട്ട് എഗ്രിമെന്റ്. ഇനി ഇതൊക്കെ ശരിയാക്കി കഴിഞ്ഞു, നിങ്ങൾ ഒരു വീട് മാത്രമാണ് വാടകയ്ക്കെടുത്ത്, ഇപ്പൊ വാടക കൊമേഴ്സ്യൽ കെട്ടിടമല്ല, ഒരു വീട് വാടകയ്ക്കെടുത്താണ് നിങ്ങൾ അവിടെ ഒരു ഉൽപാദന സംരംഭം അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഗോഡൌണും എല്ലാം കൂടെ ചേർത്ത് തുടങ്ങുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒന്ന്, പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഈ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനെ കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആക്കി രൂപമാറ്റം ചെയ്യുവാൻ നിങ്ങളുടെ കെട്ടിട ഉടമയോട് നിങ്ങൾ പറഞ്ഞ് അത് ചെയ്യിക്കണം. കാരണം നാളെ ഏതെങ്കിലും ഒരു അപകടം അവിടെ സംഭവിച്ചാൽ നിങ്ങളൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ കൊമേഴ്സ്യൽ മിസ്യൂസ് നടത്തിയത് കൊണ്ട് ഇൻഷുറൻസ് തരാൻ പറ്റില്ല എന്നുള്ള ന്യായവും പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി വരും. മാത്രമല്ല, വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ പർപ്പസിനുള്ള വൈദ്യുതിയുടെ താരിഫും കാര്യങ്ങളുമല്ല കൊമേഴ്സ്യൽ പർപ്പസിനുള്ളത്. വൈദ്യുതി വകുപ്പ് നാളെ നിങ്ങളോടൊന്ന് പിണങ്ങിയാൽ അതിന്റെ പേരിൽ നിങ്ങളുടെ വ്യവസായത്തിന്റെ സ്മൂത്തായ പോക്കിന്, സുഗമമായ പോക്കിന് തടസ്സം വരുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നിങ്ങളുടെ സംരംഭം ഭക്ഷ്യവസ്തുക്കളാണ്, പ്രാദേശികമായി കേരളത്തിനകത്ത് മാത്രം നിൽക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനമാണെങ്കിൽ ആദ്യം വേണ്ടത് ഫുഡ് സേഫ്റ്റി ലൈസൻസ് ആണ്. ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ലാതെ മനുഷ്യനുള്ളിലേക്ക് കഴിക്കുന്ന യാതൊരു ഭക്ഷ്യവസ്തുവിന്റെയും ഉൽപാദനമോ വിപണനമോ നിങ്ങൾ നടത്തരുത്. കാര്യം നമുക്ക് ചുറ്റും ഒരുപാട് സ്നേഹിതരുള്ള സ്ഥലമാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. അവർ വല്ലാതെ അങ്ങ് സ്നേഹിച്ച്, നിങ്ങൾ ആ ബിസിനസ്സിലൂടെ 10 കാശുണ്ടാക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് സ്നേഹിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കമ്മീഷണർ തൊട്ട് ഇങ്ങോട്ട് ബ്ലോക്ക് തലത്തിലുള്ളവർക്ക് വരെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പരാതി അയക്കും. അത്ര സ്നേഹമാണ് നമ്മുടെ ആളുകൾ തമ്മിൽ. വ്യാജ പരാതി എങ്കിലും അയക്കും. ആരെങ്കിലും ഒരാൾ കയറി വന്ന് പരിശോധിച്ച് നിങ്ങൾ ഈ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും ലൈസൻസ് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടാക്കിയെടുത്ത മുഴുവൻ സമയവും സന്ദർഭവും സമ്പത്തും ഒക്കെ ആ ഗുലുമാലിൽ നിന്ന് ഊരാൻ വേണ്ടി നിങ്ങൾ പോവേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ ഭക്ഷ്യോൽപാദനവും വിപണന വിതരണ ശൃംഖലയും മുടങ്ങിയാൽ ആ സമയത്ത് വേറെ ആളുകൾ ഇടിച്ചു കയറാൻ വരും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിർദ്ദേശവും അവരുടെ ലൈസൻസും നിങ്ങൾ സമ്പാദിക്കണം. പിന്നെ ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ മീറ്റ് പ്രോസസ്സിങ്, ഫിഷ് പ്രോസസ്സിങ് ഇത്തരത്തിലുള്ള ഒരു വ്യവസായമാണെങ്കിൽ സ്വാഭാവികമായും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാലിന്യ നിർമ്മാർജ്ജന പരിശോധനയ്ക്കും മറ്റുമൊക്കെയുള്ള അപേക്ഷ കൊടുത്ത് അവരിൽ നിന്ന് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കണം. ഈ വ്യവസായ സ്ഥാപനം പുറത്തേക്ക് വിടുന്ന ഖര ദ്രവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന രീതി, എന്തിന് 10 പശുവിനെ ഒന്നിച്ച് വളർത്തിയാൽ പോലും അയൽക്കാരൻ കൊണ്ട് കേസ് കൊടുക്കുന്ന സമയമാണ്. പശുവിന്റെ കരച്ചിൽ കൊണ്ട്, ചാണകത്തിന്റെ മണം കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. നാട്ടുമ്പുറങ്ങളിലൊക്കെ പശുവിനായിട്ടും 10 പശുവിനെ വളർത്തുന്ന വീടുകളുണ്ടല്ലോ. അവൻ ആ പാല് വിറ്റ് ജീവിക്കുന്നുവെങ്കിലും അവൻ ആ പാല് വിറ്റ് അവന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ അയൽവാസി ഉടനെ പരാതിയുമായി പോകുന്ന നാടാണ് നമ്മുടെ. മറിച്ച് അതിനു വേണ്ട ലൈസൻസുകൾ നമ്മൾ സമ്പാദിച്ചു വെച്ചിരുന്ന ഇത്തരത്തിലുള്ള മറ്റൊരു ഗുലുമാലിൽ നിന്നുകൂടി ഒഴിവാക്കാം. ഇതൊക്കെ പ്രാഥമികമായ കാര്യങ്ങളാണ്. ഇനി അടുത്തത്, നിങ്ങളൊരു കടമുറിയാണ്, ഒരു വ്യവസായം തുടങ്ങുന്നുവെങ്കിൽ അടുത്തത് ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം നിങ്ങൾ പോയി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്.
ഏതൊരു സ്ഥാപനം തുടങ്ങിയാലും അത് ലേബർ ഓഫീസിൽ, അടുത്ത ലേബർ ഓഫീസിൽ പോയി അവിടെ ഒരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ട്രേഡ് ലൈസൻസിന്റെ കോപ്പിയും മറ്റു കാര്യങ്ങളും ഒക്കെ കൂടി കൊടുത്തു കഴിഞ്ഞാൽ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം നിങ്ങളുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത് കിട്ടും. അത് നിയമം അനുശാസിക്കുന്നതാണ്, അങ്ങനെ ചെയ്യണം. അത് ചെയ്തതുകൊണ്ടുള്ള ഗുണം, ലേബർ വകുപ്പ് എപ്പോഴും നിങ്ങളെ ഗുഡ് ബുക്കിലായിരിക്കും വെച്ചേക്കുക. നാളെ നിങ്ങളുടെ ജീവനക്കാർ ആരെങ്കിലും നിങ്ങൾക്കെതിരെ ഒരു പരാതിയുമായി നേരെ ലേബർ ഓഫീസിലേക്ക് ചെല്ലുകയും അവർ ആദ്യം തന്നെ നോക്കുന്നു ഇത് രജിസ്റ്റേർഡ് ആണോ എൻറ്റിറ്റി, ഇവിടെ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ തുടങ്ങി നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നെഗറ്റീവ് റിമാർക്സിന്റെ ആലോചന. അപ്പൊ അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ട്രേഡ് ലൈസൻസ് എടുത്തു, ബിസിനസ് ഫോം പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തു, വാടകയ്ക്ക് മുറിയെടുത്തു, അവിടെ കാശ് മുടക്കുന്നുണ്ടെങ്കിൽ അതിന് എഗ്രിമെന്റ് എഴുതി, വാടക ചീട്ട് എഴുതി, ദീർഘകാലത്തേക്കാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് മേടിച്ചു, സ്ഥാപനത്തിനൊരു പേരിട്ടു, ഇനി അതിന്റെ ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ എടുത്തു. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നിങ്ങളുടെ ഈ ഉൽപ്പന്നങ്ങൾ ചെറുകിട ഉൽപ്പന്നങ്ങളായിരിക്കും, വലിയ രീതിയിൽ വിൽക്കുന്നതായിരിക്കും, ചെറിയ രീതിയിൽ വിൽക്കുന്നതായിരിക്കും. നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മറ്റിടത്തു നിന്ന് വാങ്ങി വെച്ചിട്ട് ചില്ലറക്കാർക്ക് നിങ്ങൾ വിതരണം ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ വ്യവസായമാണെങ്കിൽ, അല്ലെങ്കിൽ അതല്ല നിങ്ങൾ ഏജൻസി എടുത്തിട്ടാ ചെയ്യുന്നതെങ്കിൽ, നിങ്ങളിൽ നിന്ന് സാധനം വാങ്ങുന്ന അല്ലെങ്കിൽ നിങ്ങൾ സാധനം കൊടുക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ക്രെഡിറ്റ് ആയി കൊടുക്കേണ്ടി വരും, കടമായി കൊടുക്കേണ്ടി വരും. പലരും ചെയ്യുന്നത് ചെക്ക് വാങ്ങിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ ബ്ലാങ്ക് ചെക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ചരക്ക് കൊടുക്കുക എന്നാ പറയുന്നത്. അതൊക്കെ ഒരു വിശ്വാസം എന്ന രീതിയിലൊക്കെ ചെയ്യുന്നതാ. ഇനിയിപ്പോ അതിൻ്റെ ഒരു വഴി ആലോചിക്കുക. ഈ വാങ്ങി വെച്ച ചെക്ക് അങ്ങ് മടങ്ങിയിരിക്കട്ടെ. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് സമയത്തിനാണ് ഏറ്റവും കൂടുതൽ വില. അത് കഴിഞ്ഞാൽ പിന്നെ ആ ബിസിനസ്സിലെ റോളിംഗ് ഫണ്ട് ഇങ്ങനെ ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കണം. ആ ബിസിനസ്സിലേക്ക് ഇട്ട ചക്രം, ആ പണം, അതിലേതെങ്കിലും ഒരു ഭാഗത്ത് ആ പണം എന്ന് പറയുന്ന ചക്രം ഒന്ന് ബ്ലോക്കായി പോയാൽ ആ കറക്കത്തിന്റെ ഗതി തന്നെ അങ്ങ് മാറും. അപ്പൊ ചെക്ക് മേടിച്ചു വെച്ചു, ചരക്ക് കൊടുത്തു, ചെക്ക് മടങ്ങി. ചെക്ക് മടങ്ങിയാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമാണ് പിന്നെ അതിന്റെ കേസിന് പോകുക. അതിനകത്ത് കുറെ അധികം വക്കീലന്മാരെയൊക്കെ ഞാൻ നേരത്തെ കണ്ടു. അവർക്കൊക്കെ അറിയാം ഒരു ചെക്ക് കേസ് നടന്നാൽ അത് വിധിയായി വരുന്ന എന്ന് കാശ് കിട്ടുമെന്നുള്ള കാര്യം. നോട്ടീസ് അയച്ചു 15 ദിവസത്തിനകം സെറ്റിൽ ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത 30 ദിവസത്തിനകം കൊണ്ട് കോടതി കേസ് കൊടുത്തു. ആ പ്രതിഭാഗത്തിന് സമൻസ് പോയി, വന്നു, വക്കീലിനെ വെച്ചു, വിസ്തരിച്ചു. എന്നിരുന്നാലും ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ 3 കൊല്ലം കൊണ്ടൊരു വിധി വന്നാൽ തീർച്ചയായും അതിലെ ദോഷമാണെങ്കിൽ മറ്റവർ അപ്പീൽ പോകും. അപ്പീൽ കോടതിയിൽ അത് പിന്നെ കിടക്കും അടുത്തൊരു 3 കൊല്ലം. അതിന്റെ പുറത്ത് വീണ്ടും വാശിപ്പുറത്താണെങ്കിൽ അവർക്ക് റിവിഷന് പോകാം. ആ റിവിഷൻ കോടതിയിലും പിന്നെ കിടക്കും ഒരു 3 കൊല്ലം. ഈ സമയമൊക്കെ നിങ്ങളുടെ വ്യവസായത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ പോയത്. നിങ്ങൾ ഈ വ്യവസായത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ട നിങ്ങളുടെ മനസമാധാനമാണ് ഈ നഷ്ടപ്പെട്ടത്. നിങ്ങൾ ഈ വ്യവസായത്തിൽ ചെലവാക്കേണ്ട പണമാണ് ഈ കണ്ട കാലം മുഴുവൻ വക്കീൽ ഫീസ് കൊടുത്തത്. ഈ സ്ഥാപനത്തിലിരുന്ന കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കേണ്ട നിങ്ങളാണ് മജിസ്ട്രേറ്റ് കോടതിയിലും സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ ഓടിയത്. അപ്പൊ കഴിവതും ഒരു വ്യവസായിയെ സംബന്ധിച്ച് ഒരു കേസിന് പോകുവാനുള്ള അവസരം പരമാവധി കുറയ്ക്കുക. എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ സീരിയസ് ആയി വ്യവസായം ചെയ്യാൻ വരുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കോടതിയിലേക്ക് പോകരുത്. നിങ്ങൾ ആലോചിക്കട്ടെ, ഇങ്ങനെ ഒരു വക്കീലില്ല, ഇങ്ങനെ കോടതി പോരുന്നാണല്ലോ പറയുന്നത്. അതെ, സീരിയസ് ആയി വ്യവസായം ചെയ്യുന്ന ആളുകൾ കോടതി വ്യവഹാരങ്ങളിലേക്ക് തങ്ങളുടെ വ്യവസായത്തെ ഒരു കാരണവശാലും കൊണ്ടുപോകരുത്. കൊണ്ടുപോയാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച നിങ്ങളുടെ ശ്രദ്ധ വ്യവസായത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. നിങ്ങളുടെ സമയം വ്യവസായത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റാതെ വരും. നിങ്ങളുടെ സമ്പത്ത് വ്യവസായത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റാതെ വരും. ഇതിന്റെയൊക്കെ ഫലമോ വ്യവസായത്തിന്റെ മേൽഗതിക്ക് പകരം അധോഗതി ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കടം കൊടുത്താൽ എന്ത് ചെയ്യും? പരമാവധി കടം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്നാലും ചില മേഖലകളിലൊക്കെ കടം കൊടുക്കേണ്ടി വരും. പിന്നെ മറ്റൊരു മാർഗം,
സെക്യൂരിറ്റിയായി ഇപ്പൊ ഒരു ആഴ്ചയിൽ ഒരുത്തിന് 10,000 രൂപയുടെ ചരക്ക് കൊടുക്കണം. അതിലൊരു പകുതി പേയ്മെന്റ് എങ്കിലും വാങ്ങിച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അടുത്ത ആഴ്ചയിലെ ചരക്ക് എടുക്കുമ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുന്ന 5,000 കൂടി വാങ്ങിച്ചിട്ട് പകുതി കൂടെ വാങ്ങിച്ചിട്ട് പകുതി കൊടുക്കുക. അത് പരസ്പരം നമ്മൾ ഈ വ്യവസായത്തിൽ വളർത്തിയെടുക്കേണ്ട നമ്മുടെ ബ്രാൻഡിന്റെ, നമ്മുടെ ഉൽപ്പന്നത്തിന്റെ, നമ്മുടെ സേവനത്തിന്റെ വിശ്വാസ്യതയുടെ പ്രതീകമാണ്. എടുക്കാ ചരക്കൊരുത്തിന്റെ തലയെ കൊണ്ട് കെട്ടിവെക്കുമ്പോൾ അവൻ റൊക്കം പണം തരത്തില്ല. പക്ഷേ നമ്മുടെ ഉൽപ്പന്നം നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ സൽപ്പേരുള്ളതും ഗുണമുള്ളതുമാണെങ്കിൽ ആ വിപണനക്കാരന്, കച്ചവടക്കാരന്, റീറ്റെയിലർക്ക് നമ്മുടെ ഉൽപ്പന്നം വെച്ചാൽ കൂടുതൽ കച്ചവടം ഒരു ഏർപ്പാടുണ്ടെങ്കിൽ തീർച്ചയായും കുറെയൊക്കെ ആളുകളെങ്കിലും അഡ്വാൻസോ റൊക്കമോ ഡെപ്പോസിറ്റോ ഒക്കെ തന്ന് ചരക്കെടുക്കാൻ നിർബന്ധിതരാണ്. പണ്ട് നമ്മുടെ നാട്ടിലെ മറ്റൊരു നിയമം ഉണ്ടായിരുന്നു, സ്റ്റാൻഡേർഡ്സ് ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സ്. അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമത്തെ പരിഷ്കരിച്ചിട്ട് ലീഗൽ മെട്രോളജി ആക്ട് 2009 എന്ന് പറഞ്ഞൊരു പുതിയ നിയമമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ലീഗൽ മെട്രോളജി ആക്ട്. ഈ ലീഗൽ മെട്രോളജി ആക്ട് നിങ്ങൾ കൊടുക്കുന്ന അളവിനെയും തൂക്കത്തെയും നിയന്ത്രിക്കുന്ന കാര്യമാണ്. 1000 ഗ്രാം ഉണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുള്ള പാക്കറ്റിനകത്ത് കൃത്യമായി 1000 ഗ്രാം ഉണ്ടായിരിക്കണം. 1-2 ഗ്രാമിന്റെ കുറവുണ്ടായാൽ മതി ഒരു പക്ഷെ അത് നിങ്ങൾക്കൊരു ദോഷമായി വരാൻ. 1000 മില്ലി നിങ്ങളുടെ പാക്കറ്റിൽ ഉണ്ട് എന്ന് കണ്ടാൽ കൃത്യമായും 1000 മില്ലി അതിൽ ഉണ്ടായിരിക്കണം. 10 മില്ലി കുറവാണെങ്കിൽ, ഞാൻ നേരത്തെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ചുറ്റുപാടുമുണ്ട് എന്ന് മനസ്സിലാക്കി വേണം വ്യവസായം ചെയ്യാൻ. അതിലേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാള് ഈ ലീഗൽ മെട്രോളജി വകുപ്പിൽ നിങ്ങളുടെ സ്ഥാപനത്തിനെതിരെ ഒരു പരാതിയുമായി പോയാൽ നിങ്ങളുടെ ശ്രദ്ധയും സമയവും സമ്പത്തും അതിന്റെ പിന്നാലെ ചോർന്നു പോകും. അതിൽ നിന്ന് മോചിതമാകുക. അപ്പോൾ ഉൽപാദന രംഗത്തുള്ള ആളുകൾ അളവും തൂക്കവും സംബന്ധമായ കാര്യങ്ങളിൽ കൃത്യത പാലിക്കുവാൻ ലീഗൽ മെട്രോളജി നിയമം നിങ്ങളോട് അനുശാസിക്കുന്ന തരത്തിലുള്ള എല്ലാം പാലിച്ചു തന്നെ ചെയ്യണം. പിന്നെ നിങ്ങൾ ഒരു സാധനം നിർമ്മിച്ച് അതിനെ പാക്ക് ചെയ്ത് ലേബലൊക്കെ ഒട്ടിച്ചു പോവുകയാണെങ്കിൽ പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് ആക്ട് അതനുസരിച്ച് ചില നിഷ്ഠകളുണ്ട്. അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പുറത്തെഴുതണം. അതിന്റെ എക്സ്പയറി ഡേറ്റ് നിങ്ങൾ പുറത്തെഴുതണം. മാനുഫാക്ചറിംഗ് ഡേറ്റ് ആ ലേബലിൽ ഉണ്ടാവണം. ഏത് ബാച്ച്, ഒരുപാട് ബാച്ചുകളായിട്ട് ഉണ്ടാക്കിയ സാധനമാണെങ്കിൽ ഏത് ബാച്ചാണ് എന്നുള്ളത് അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. അതിന്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് കൃത്യമായി പുറത്ത് അത് എഴുതിയിരിക്കണം. അവിടെ സ്റ്റിക്കർ ഒട്ടിക്കലൊന്നുമല്ല വേണ്ടത്. ആ പ്രിന്റ് ചെയ്യുന്ന ലേബലിൽ കൃത്യമായി അതുണ്ടായിരിക്കണം. ആ നിയമവും ഇങ്ങനെ ഉൽപാദന മേഖലയിലോ അല്ലെങ്കിൽ ഈ പാക്ക് ചെയ്ത സാധനം കൊണ്ടുവന്ന് വിൽക്കുന്ന ആളാണെങ്കിലോ ഇതൊക്കെ കൃത്യമായി നോക്കിയിരിക്കണം. ആ മേഖലയിൽ നിന്ന് ഒരു പരിശോധനയ്ക്ക് വന്നാൽ അവർ നിങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കുന്ന തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാവാതെ ഇരിക്കുവാൻ ആ നിയമത്തെയും നിങ്ങൾ അനുസരിച്ച് പോകണം. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ വ്യവസായം പതുക്കെ വളർന്നു. എന്റെ സ്ഥാപനത്തിലെ എല്ലാം കൂടി ഒരു 10 ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വേറെ ഒരു നിയമം നമ്മുടെ നേരെ ഇങ്ങനെ നോക്കും. 10 ആളുകൾ ഒരു സ്ഥാപനത്തിൽ 10 തല എണ്ണിയെടുക്കൽ, 10 തല അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അത് ESI നിയമമാണ്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് നിയമം. അതിൽ 8 പേര് നിങ്ങളുടെ ജീവനക്കാരും 2 പേര് കരാറുകാരുമാണെന്ന് പറഞ്ഞിട്ട് പ്രശ്നമില്ല. 10 തലയുണ്ടോ, ഹെഡ് കൗണ്ട് തല എണ്ണം. 10 പേര് സ്ഥിരമായി നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്നു പോകുന്നുണ്ടോ? ഈ 10 പേർക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നുണ്ടോ? ഇല്ല, 2 പേർക്ക് ഞാൻ കോൺട്രാക്ടർക്ക് കൊടുത്തിട്ട് കോൺട്രാക്ടറാണ് കൊടുക്കുന്നത്, ആയിക്കോട്ടെ, അവർക്കുള്ള ശമ്പളവും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ESI രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഈ 10 തൊഴിലാളികളെയും നിങ്ങൾ ESI പരിധിയുടെ കീഴിൽ കൊണ്ടുവന്നിരിക്കണം.
പഴയ പോലൊന്നുമല്ല. ഇപ്പൊ ESIക്ക് ഒരുപാട് ആശുപത്രികളും ഡിസ്പെൻസറികളും ഉണ്ട്. ESIയിൽ അംഗങ്ങളാവുന്ന തൊഴിലാളികൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ചികിത്സ വരെ സൗജന്യമാണ്. ESI എൻറോൾമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ചികിത്സ വരെ ESI സൗജന്യമായിട്ടാണ് നടത്തി കൊടുക്കുന്നത്. അവിടുന്ന് റെഫർ ചെയ്ത് പോയാൽ മതി. തൊഴിലാളി മെമ്പറായി കഴിഞ്ഞ് 2 കൊല്ലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഡിപ്പെൻഡൻസിന് അവർക്ക് വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ചികിത്സാ സംവിധാനം കിട്ടും. കൂടാതെ ഇപ്പൊ ഈ ഇന്ത്യ ഒട്ടാകെ ESI നിയമം പരിഷ്കരിച്ചതിന്റെ ഭാഗമായിട്ട് ESI അംഗങ്ങളുടെ മക്കൾക്ക്, ESI കാർഡുള്ള ESI തൊഴിലാളികളുടെ മക്കൾക്ക് ഇന്ത്യ ഒട്ടാകെ 540 മെഡിക്കൽ സീറ്റ് അഡ്മിഷൻ സംവരണമുണ്ട്. ഇപ്പൊ കൊച്ചു കാര്യമല്ല. ESI സ്കീമിൽ നിങ്ങളുടെ തൊഴിലാളികളെ കൊണ്ടുവന്നാൽ അവന്റെ കുടുംബത്തിന്റെ ആരോഗ്യ ജീവിത സുരക്ഷ നിങ്ങൾ ഉറപ്പുവരുത്തുകയാണ്. അതിനനുസരിച്ച് നിങ്ങളോടും നിങ്ങളുടെ വ്യവസായത്തോടും നിങ്ങളുടെ മേഖലയോടും സ്ഥാപനത്തോടുമുള്ള ആ തൊഴിലാളിയുടെ ആത്മാർത്ഥത വർദ്ധിക്കുകയാണ്. വ്യവസായ ഇടത്തിൽ വെച്ചുണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മറ്റ് ചിലവുകളിൽ നിന്ന് ഒരു പരിരക്ഷ, ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുകയാണ്. അപ്പോ 10 തലയെണ്ണം ആളുകൾ നിങ്ങളുടെ വ്യവസായ യൂണിറ്റിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായും ESI നിയമത്തിന് കീഴിൽ അവരെ കൊണ്ടുവരിക, സ്ഥാപനത്തെ രജിസ്റ്റർ ചെയ്യുക. പിന്നീട് ഞാൻ ആദ്യം പറയേണ്ടിയിരുന്നതാണ്, നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സംഗതി. സേവന മേഖലയിലാണെങ്കിൽ 20 ലക്ഷവും, അതല്ല എങ്കിൽ ഗുഡ്സ് ആണെങ്കിൽ 40 ലക്ഷവും ടേൺ ഓവർ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. GST രജിസ്ട്രേഷൻ എടുക്കുന്നത് കൊണ്ട് ഒരു വ്യവസായിക്കും സ്വന്തം കയ്യിൽ നിന്ന് ഒരു കാശും അനാമത്തായി പോകുന്നില്ല. കാരണം ഇത് ഖജനാവിലേക്ക് പോകേണ്ട ടാക്സ് ആണ്. ഈ ടാക്സ് തരുന്നത് ആരാണ്? നിങ്ങളുടെ ചരക്ക് വാങ്ങുന്നയാളാണ്. നിങ്ങൾ ബില്ലടിക്കുമ്പോൾ ഈ ചരക്ക് വാങ്ങുന്ന ആളിൽ നിന്ന് നിശ്ചിത ശതമാനം നികുതി GST വാങ്ങിച്ച് നിങ്ങൾ അക്കൗണ്ടിൽ സൂക്ഷിച്ച് കൃത്യമായി അടുത്ത മാസം ആ നിശ്ചിത തീയതിക്ക് അത് നിങ്ങൾ ബാങ്കിൽ അടയ്ക്കുന്നു. ഒരു പോസ്റ്റ്മാന്റെ പണിയെ നിങ്ങൾ അവിടെ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ പണ്ട് GST ഇംപ്ലിമെന്റ് ചെയ്തപ്പോ ചെറിയ തട്ടുകടകളിലെ നാരങ്ങാ വെള്ളത്തിന് വരെ വില കൂട്ടിയത് GST വന്നതുകൊണ്ടാണ്. തട്ടുകടയിൽ നാരങ്ങാ വെള്ളത്തിന് വില കൂടിയത്. അതൊരു ശൈലി, ഒരു വർത്തമാനമായി മാറി. വ്യവസായിയുടെ കയ്യിൽ നിന്നല്ല പോകുന്നത്. നമ്മൾ കളക്ട് ചെയ്യുന്ന കാശ് നമ്മൾ അടയ്ക്കും. നമ്മൾ വേറെ എവിടെയെങ്കിലും GST കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ഇൻപുട്ട് ക്ലെയിം ചെയ്യും. രാജ്യത്തിന്റെ ഖജനാവിലേക്ക് നമ്മളൊരു നികുതിദായകനാണ്, മുടക്കം കൂടാതെ നികുതി കൊടുക്കുന്ന, കരമടയ്ക്കുന്ന നികുതിദായകനാണ് എന്ന് നമ്മൾ സ്വയം അവിടെ തെളിയിക്കുകയാണ്. ആ കൊടുക്കുന്ന നികുതിപ്പണം കൊണ്ടാണ് നമുക്ക് ഭരണകൂടങ്ങളും സംവിധാനവും ഒക്കെ നമുക്കായി പലതും ഉണ്ടാക്കി തരുന്നത്. നമ്മുടെ ഈ കൊടുക്കുന്ന നികുതിയാണ്, അതാണ് ഗവൺമെന്റിന്റെ വരുമാനം. ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ഗ്രാമപഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ആ പ്രദേശത്ത് നിന്നും ശേഖരിക്കുന്ന നികുതിയാണ് ആ സ്ഥാപനത്തിന്റെ വരുമാനം. സമൃദ്ധമായി നികുതി കിട്ടിയെങ്കിൽ മാത്രമേ അത് തിരിച്ചിങ്ങോട്ട് വികസന പ്രവർത്തനങ്ങളുടെ രൂപത്തിൽ ആ ദേശത്തേക്ക് അവർക്ക് വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. സർക്കാർ അവർക്ക് ഫണ്ട് കൊടുക്കുന്നത് സർക്കാർ പിരിക്കുന്ന നികുതിയുടെ ഭാഗമാണ്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും വലിപ്പത്തിന്റെ, ജനസംഖ്യയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ആ ഓരോരുത്തർക്കും അനുവദിച്ചിട്ടുള്ള ഫണ്ടും ഗ്രാൻഡും ഒക്കെ കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് അത്രയും ആളുകൾ ഇവിടുന്ന് അത്രയും നികുതി അങ്ങോട്ട് കൊടുത്തു എന്നുള്ള ഒരു ധാരണയിലാണ്. ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം നികുതിയുടെ വീതം ഇങ്ങോട്ട് കൊടുക്കുന്നത് ആ സംസ്ഥാനത്തെ മൊത്തം വ്യാപാരത്തിന്റെയും ജനസംഖ്യയുടെയും ഒക്കെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനത്തിനും ഈ പിരിക്കുന്നതിന്റെ വിഹിതം ഇങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു പരസ്പര പൂരകമായ ഒരു സമ്പ്രദായമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സേവന മേഖലയിലാണെങ്കിൽ 20 ലക്ഷത്തിന് മേൽ ടേൺ ഓവർ വന്നാൽ, നിങ്ങളൊരു ഗുഡ്സ് മേഖലയാണെങ്കിൽ, ഉൽപ്പന്നങ്ങളുടെ മേഖലയാണെങ്കിൽ 40 ലക്ഷത്തിന് മേൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ
നിങ്ങൾ നിർബന്ധമായും GST ബ്രാക്കറ്റിൽ പോയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോ സ്ഥാപനം നമ്മൾ തുടങ്ങി, GST എടുത്തു, ട്രേഡ് ലൈസൻസ് എടുത്തു. അടുത്ത ഒരു സംഗതി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ സ്ഥാപനത്തിന് നിങ്ങളൊരു പേരിടണം. പേരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരും, പേരിനോടൊപ്പം ഒരു പടമോ ഒരു ചിത്രമോ ഒരു ലോഗോയോ ഒരു വരയോ ഒക്കെ, അതിന് നമ്മൾ ലോഗോ എന്ന് പറയും. നിങ്ങളുടേതാണ് എന്ന് എടുത്തു തോന്നിപ്പിക്കുന്ന ഒരു ചിത്രം, കൂടെ 2-3 വരകള്, 2-3 അക്ഷരങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നത്. ഇതിനെ ബ്രാൻഡ് എന്ന് പറയാം. ഈ ബ്രാൻഡിനെയാണ് പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പൊ ലുലു ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. LULU എന്ന് 2 അക്ഷരമാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും ശ്രീ യൂസഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ലുലു സ്ഥാപനത്തിന് അതേ സ്റ്റൈലാണ് അക്ഷരത്തിന്, അതേ കളറാണ് അക്ഷരത്തിന്, അതേ പ്രൊപ്പോർഷനാണ് അക്ഷരത്തിന്. അതിലുള്ള വരകളും കുറികളും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ആ വാക്കിനർത്ഥം അറബി വാക്കാണ്. വാക്കിനർത്ഥം മുത്ത് എന്നാണ്, പവിഴം. അപ്പൊ അദ്ദേഹം ലോകത്ത് മുഴുവൻ ആ ബ്രാൻഡ് അങ്ങ് ഡെവലപ്പ് ചെയ്തെടുത്തു. അതേപോലെയാണ് നിങ്ങൾക്ക് ഇടുന്ന സ്ഥാപനത്തിന്റെ പേരും നിങ്ങൾ അതോടൊപ്പം ചേർത്ത് വെക്കുന്ന ഒരു ലോഗോയും ഒറ്റ നോട്ടത്തിൽ കണ്ണിൽ പതിയണം. ഇപ്പൊ KFC ചിക്കനാണ്, ബ്രോസ്റ്റഡ് ചിക്കനാണ് KFC. ലോകത്ത് എവിടെ ചെന്നാലും KFCയുടെ ബോർഡ് ഒരുപോലല്ലേ? അതിന്റെ കളർ കോമ്പിനേഷൻ ഒരുപോലല്ലേ? അവരുടെ ഒരു റെസ്റ്റോറന്റിൽ കയറിയിരുന്നാൽ അവിടെ ഇരിക്കുന്ന ടിഷ്യൂ പേപ്പർ പോലും ഒരേ കളറിലാണല്ലേ അച്ചടികളും പ്രിന്റുകളും ഒക്കെ. അമേരിക്കയിലെ ഒരു കെന്റക്കി എന്ന സംസ്ഥാനത്ത് നിന്ന് ഒരാൾ തുടങ്ങിയതാണ്, ലോകം മുഴുവൻ വ്യാപിപ്പിച്ചു KFC. അപ്പൊ നിങ്ങൾ ചെറുതായിട്ടാണ് തുടങ്ങുന്നതെങ്കിലും അത് നാളെ ഈ ലോകം മുഴുവൻ വളരുന്ന തരത്തിലുള്ള ഒരു ബ്രാൻഡായി മാറണം എന്ന ഒരു മുൻകരുതൽ നിങ്ങൾ ഈ പേരിടുമ്പോഴും ലോഗോ ഉണ്ടാക്കുമ്പോഴും ഉണ്ടാവണം. എന്നിട്ടോ ഇത് നിങ്ങൾക്ക് നേരിട്ട് പോയി കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ട്രേഡ് മാർക്കുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ട്രേഡ് മാർക്ക് ഏജന്റ് ഓർ അഡ്വക്കേറ്റ്, അത് സ്പെഷ്യലൈസ് ചെയ്യുന്ന വക്കീലന്മാരുണ്ട്. അവരെ കൊണ്ട് അത് രജിസ്റ്റർ ചെയ്യിക്കണം. നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്ന ദിവസം മുതൽ ഈ ട്രേഡ് മാർക്ക് നിങ്ങളുടെ ലോഗോയും പേരും ഉപയോഗിച്ച് തുടങ്ങുന്ന ദിവസം മുതൽ നിങ്ങൾക്ക് അതിന്മേലുള്ള അവകാശം സിദ്ധിക്കും. ഒരേ പേര് 2 പേര് ഉപയോഗിച്ചാൽ ആരാണ് ആദ്യം ഉപയോഗിച്ചത് എന്നതനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ കിട്ടുന്നത്. നമ്മളിന്ന് കാണുന്ന കേരളത്തിലെ വലിയ വ്യവസായികളൊക്കെ വളരെ ചെറുതായി തുടങ്ങുക, സിമ്പിൾ ടു കോംപ്ലക്സ്. ആലപ്പുഴയിലെ ചുങ്കം എന്ന് പറയുന്ന വ്യവസായ നഗരത്തിൽ അവിടെ വരുന്ന കേവ് വള്ളങ്ങളിൽ വരുന്ന തൊഴിലാളികൾക്ക് 1901, 2, 3, 4 5 കാലഘട്ടങ്ങളിലൊക്കെ ചുട്ടിത്തോർത്ത് വിറ്റ് നടന്ന ഒരു വലിയ മനുഷ്യൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ടെക്സ്റ്റൈൽ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി മാറി. അദ്ദേഹത്തിന്റെ മക്കളും പേരക്കിടങ്ങളും ഒക്കെ ഇന്ന് ആ സ്ഥാപനം വലിയ രീതിയിൽ കേരളത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം ആ ചുങ്കത്ത് എത്തിച്ചേർന്ന കേവ് വള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഹൗസ് ബോട്ടില്ലേ, ഹൗസ് ബോട്ടിന്റെ ബേസിൽ കാണുന്ന വലിയ വള്ളം പണ്ടത് ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നതാണ്. ഇത്രയും റോഡ് സൗകര്യങ്ങളും ലോറികളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്ന വള്ളങ്ങളാണത്. അപ്പൊ ഇത്രയും ലോറികളും സർഫസ് ട്രാൻസ്പോർട്ട്, കരമാർഗമുള്ള ഗതാഗതം പുരോഗമിച്ചപ്പോഴാണ് അത്തരം വള്ളങ്ങൾക്ക് പണിയില്ലാതായപ്പോൾ ഏതോ ഒരു ബുദ്ധിമാൻ കണ്ടുപിടിച്ച മാർഗമാണ് ഹൗസ് ബോട്ട് അഥവാ പുരവഞ്ചി എന്ന് പറയുന്ന പുതിയ രൂപം.
അപ്പൊ അങ്ങനെ ചുട്ടിത്തോർത്ത് വിറ്റ് നടന്ന ആളിന്റെ കൂടെ മറ്റൊരു സുഹൃത്ത് ചക്കര കാപ്പി, ചുക്ക് കാപ്പി വിറ്റ് നടന്നിരുന്നു. ആ ചുക്ക് കാപ്പി വിറ്റ് നടന്നിരുന്നയാൾ തുടങ്ങിയ ഒരു ചെറിയ വ്യവസായമാണ് ഇന്ന് കേരളം അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബ്രാൻഡിലുള്ള ഒരു സ്വർണ്ണ വ്യാപാര ശൃംഖലയായി മാറിയത്. അപ്പൊ ഇത്ര ചെറിയ വ്യവസായത്തിൽ നിന്ന് തുടങ്ങി ടെക്സ്റ്റൈൽ സാമ്രാജ്യവും സ്വർണ്ണ സാമ്രാജ്യവും ഒക്കെ സൃഷ്ടിക്കുവാൻ ഇത്രയും ഒന്നും ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ലാത്ത കാലത്ത് 909-ലും 10-ലും ഒക്കെ അവർക്ക് കഴിഞ്ഞെങ്കിൽ, അന്ന് തുടങ്ങി അവരുടെ മൂന്നാമത്തെ തലമുറ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നുവെങ്കിൽ, ഇന്ന് ഇത്രയും ഡിപ്പാർട്ട്മെന്റും ശാസ്ത്രവും ലോകവും ഗവൺമെന്റും ഒക്കെ നിങ്ങളെ സഹായിക്കുവാൻ, വ്യവസായം ചെയ്യുവാൻ ഒരു ത്വരയുള്ള ആളിനെ, ഒരു ഇൻസ്പിറേഷൻ ഉള്ള ആളിനെ, ഒരു ആഗ്രഹമുള്ള ആളിനെ സഹായിക്കുവാൻ ഒരു പിടി ഉദ്യോഗസ്ഥന്മാരും ഒരു ഭരണകൂടവും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് വിജയിച്ചുകൂടാ? അങ്ങനെ വിജയിക്കുന്നതിന് 1, 2, 3, 4 ആയി പറഞ്ഞാൽ വേണ്ട ഒരേ ഒരു കാര്യം സമർപ്പിതമായ നിങ്ങളുടെ ലക്ഷ്യബോധമാണ്. അവിടെ വെള്ളം ചേർക്കാനോ കുറുക്കു വഴികൾ സ്വീകരിക്കാനോ പാടില്ല. ഇന്ന് ലോകത്ത്, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കുറുക്കു വഴികളുടെ ഒരു വലിയ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കതിരേത് ഏത് പതിരേത് എന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന സമയത്താണ് ജീവിക്കുന്നത്. ഒരാൾ വ്യവസായം ചെയ്യാൻ വന്നാൽ അദ്ദേഹത്തെ സഹായിക്കാമെന്ന് പറഞ്ഞു ഓൺലൈനായും ഓഫ്ലൈനായും ഒത്തുകൂടുന്ന ഒരുപാട് പേരുണ്ട്. ആ ചതികളിലൊന്നും വീണു പോകരുത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പത്രങ്ങളിൽ കണ്ടില്ലേ, കോവിഡ് കാലത്ത് സ്ത്രീകൾ മാത്രം രജിസ്റ്റർ ചെയ്യുക, 18 വയസ്സിന് മേൽ പ്രായമുള്ള സ്ത്രീകളും കുട്ടികളും മാത്രം മതി, ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, 2000 രൂപ ഇടുക, അത് ഉടനെ 4000 ആയി, 6000 ആയി, 8000 ആയി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കണ്ടത് എത്രയോ ലക്ഷക്കണക്കിന് രൂപ ഈ സ്ത്രീകളെല്ലാം പറ്റിച്ചുകൊണ്ട് പോയി. ആപ്പും ഇല്ല, വെബ്സൈറ്റും ഇല്ല. അപ്പൊ ഇത്തരത്തിൽ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് പലതും ചെയ്തു തരാം, അവിടെ 10 രൂപ കുറവായിരിക്കും എന്ന് അങ്ങോട്ട് പോയി കളയാമെന്ന് വെച്ചാൽ പോവരുത്. കാര്യം നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ ജനിപ്പിച്ച് ആ കുഞ്ഞിന് വിദ്യാഭ്യാസം കൊടുത്ത് ആ കുഞ്ഞിനെ നല്ല നിലയിൽ വളർത്തുന്നത് പോലെ തന്നെയുള്ള സ്നേഹം നിങ്ങളുടെ വ്യവസായത്തിൽ നിങ്ങൾ കാണിക്കണം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ ഇൻ ദി ഇൻഡസ്ട്രി ഓരോ മേഖലയിലും ആരാണോ, ജിജോ ആണ്, ശാന്തി ജിജോ ആണ് ശബ്ദം ഉണ്ടാക്കുന്നത്. ഒന്ന് മ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പോ അതിന് ബെസ്റ്റ് അവൈലബിൾ ഇൻ ദി ഇൻഡസ്ട്രി നോക്കി മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞ പ്രക്രിയകളെല്ലാം ചെയ്യാവൂ. അപ്പൊ നമ്മൾ സ്ഥാപനം തുടങ്ങി, പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി, ട്രേഡ് ലൈസൻസ് എടുത്തു, പേരിട്ടു, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ അപേക്ഷിച്ചു, കെട്ടിട ഉടമയുമായിട്ട് കരാറുണ്ടാക്കി, അവിടെ ഉൽപാദനമാണെങ്കിൽ നമ്മളത് ഭക്ഷ്യസാധനങ്ങളാണെങ്കിൽ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുത്തു, പിന്നെ മാലിന്യ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അവിടുന്ന് പരിസ്ഥിതി വകുപ്പിന്റെ ലൈസൻസ് എടുത്തു, പിന്നെ ജീവനക്കാരുടെ കാര്യമെടുത്തു, ജീവനക്കാർക്ക് അവരുടെ ESI ബെനിഫിറ്റ് 10 പേരിൽ കൂടുതലുണ്ടെങ്കിൽ അവരെ അതിൽ ഉൾപ്പെടുത്തുന്ന കാര്യമെടുത്തു, അളവും തൂക്കങ്ങളും സംബന്ധിച്ച കാര്യങ്ങളെ പറ്റി പറഞ്ഞു, അതിന്റെ നിയമം അനുസരിക്കണം, പാക്കേജിന്റെ കമ്മോഡിറ്റി ആണെങ്കിൽ അതിന്റെ പുറത്ത് വരേണ്ട കാര്യങ്ങളെ പറ്റി പറഞ്ഞു, അത് നിങ്ങൾ കൃത്യമായി അതെല്ലാം സൂക്ഷിക്കുകയും അവിടുന്നുള്ള അംഗീകാരവും ലൈസൻസും അനുമതി പത്രവും എല്ലാം ഉണ്ടാവണം. അതിനിടയിൽ ഈ നേരത്തെ പറഞ്ഞ സർവീസ് സെക്ടർ ആണെങ്കിൽ 20 ലക്ഷത്തിന് മേൽ ടേൺ ഓവർ വന്നാൽ GST എടുക്കണം. അതല്ല സെയിൽസ് ആണെങ്കിൽ, ഗുഡ്സ് ആണെങ്കിൽ നിങ്ങൾ പിന്നെ 40 ലക്ഷത്തിന് മേൽ ടേൺ ഓവർ വന്നാൽ GST എടുക്കണം. അതിന് കൃത്യമായ കൺസൾട്ടന്റിനെ തന്നെ കണ്ട് കൃത്യമായി ഓരോ മാസവും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്ന ഇൻപുട്ടും നിങ്ങൾ പിരിച്ചെടുത്തത് അടയ്ക്കാനും ഒക്കെ അമാന്തിക്കാതെ അത് ചെയ്യണം. അടുത്തത് ഇതിന്റെ കൂടെ വേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കിയ ബ്രാൻഡിന്റെ ഡെവലപ്മെന്റ്. ഒരിക്കലും ഒരു പേരും ഒരു ചിഹ്നവും നിങ്ങൾ കണ്ടുപിടിച്ചാൽ അത് നിങ്ങളുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും, രസീതിലും ബില്ലിലും നോട്ടീസിലും ബോർഡിലും എല്ലാം ഒരു മാറ്റവുമില്ലാത്ത തരത്തിൽ, കളർ പോലും മാറ്റാതെ, ഒരു വരയ്ക്കും കുറിക്കും മാറ്റമില്ലാത്ത തരത്തിൽ ആ ഐഡന്റിക്കലായി തന്നെ, കോൺസ്റ്റന്റ് ആയി തന്നെ നിങ്ങളത് ഉപയോഗിക്കണം.
അപ്പോഴാണ് ജനമനസ്സുകളിലേക്ക് അതിങ്ങനെ പതിയുന്നത്. ഒരു കൊച്ചു പയ്യൻ ട്രൗസർ ഇട്ട് വളഞ്ഞു നിൽക്കുന്ന പടമല്ലേ ഭീമ ജ്വല്ലറി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ബോബനും മോളിയിലെ പയ്യനെ പോലെ ഒരു പയ്യൻ നിൽക്കുന്ന പടമല്ലേ ഭീമ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. നൂറ്റാണ്ട് പാരമ്പര്യത്തോടുകൂടി അവർ വളർത്തിയെടുത്ത ഒരു ഗുഡ്വില്ലാണ്. അതുപോലെ ആരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിക്കേറുന്ന തരത്തിലുള്ള ഒരു പേരും ലോഗോയുമാണ് നിങ്ങളും നിങ്ങളുടെ വ്യവസായത്തിന് ഉണ്ടാക്കിയെടുക്കേണ്ടത്. മറ്റൊന്ന്, നിങ്ങൾ പാലിച്ചിരിക്കേണ്ട സാമ്പത്തിക നിയമങ്ങൾ. മുമ്പൊക്കെ വ്യവസായം ചെയ്യുമ്പോൾ നമ്മൾ കാശ് കടം മേടിക്കുമായിരുന്നു. ബാക്കി നിന്നല്ലാതെ വ്യക്തികളിൽ നിന്നൊക്കെ കാശ് കടം മേടിക്കും. ചില ആളുകളൊക്കെ 5 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ നീ കച്ചവടം ചെയ്യണം, നമുക്കൊരു എഗ്രിമെന്റ് വെച്ചിട്ട് നീ ആ കച്ചവടത്തിന്റെ ലാഭം എനിക്ക് ഇത്ര വീതം തന്നാൽ മതി, മാസം ഇത്ര ശതമാനം പലിശ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കച്ചവടത്തിൽ കാശ് മേടിക്കുമായിരുന്നു. അത് വലിയ കുഴപ്പമൊന്നും ആയിരുന്നില്ല. എന്നാൽ 2019 ജൂൺ മാസം മുതൽ ഇന്ത്യയിൽ ഒരു നിയമം വന്നിട്ടുണ്ട്. ഇപ്രകാരം പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ പോലും ബിസിനസ് ആവശ്യത്തിന് അൺസെക്യൂർഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചു പോകരുത് എന്ന് 2019 ജൂൺ മാസം മുതൽ അൺസെക്യൂർഡ് ആയ ഡെപ്പോസിറ്റുകൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ പോലും വാങ്ങാൻ പാടില്ല, കൊടുക്കാനും പാടില്ല. അത് കേന്ദ്ര നിയമമാണ് വന്നിട്ടുള്ളത്. അത് നിരോധിക്കപ്പെട്ട കാര്യമാണ്. ആ നിയമം ലംഘിക്കുന്നവർക്കെതിരെ പീനൽ നടപടി, ക്രിമിനൽ നടപടി വരെ ഉണ്ടാവും. ദി ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീംസ് ആക്ട് 2019. പ്രൊപ്രൈറ്റർമാർ മേടിച്ചുകൂടാ, പാർട്ട്ണർഷിപ്പ്മാർ മേടിച്ചുകൂടാ, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി മേടിച്ചുകൂടാ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് വാങ്ങിച്ചുകൂടാ, കമ്പനികൾ വാങ്ങിക്കൂടാ, അസോസിയേഷൻ ഓഫ് പീപ്പിൾസ് അവരും വാങ്ങിച്ചുകൂടാ എന്നാണ് ആ നിയമം പറയുന്നത്. അപ്പോ വ്യവസായത്തിന് വേണ്ടി വായ്പ വാങ്ങുമ്പോൾ അത് വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ ആയിരിക്കണം. നിങ്ങൾ ഒരാളിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ഉണ്ടാക്കിയ കറണ്ട് അക്കൗണ്ടിലേക്ക് വായ്പയായി വന്നാൽ നാളെ ഒരു പരിശോധനാ ഏജൻസി നിങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇപ്രകാരമാണ് 2019 ശേഷം ആ പണം വാങ്ങിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അതിന് പലതിനും സമാധാനം പറയേണ്ടി വരും. പക്ഷെ പേഴ്സണലായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കടം മേടിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ വന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ബിസിനസ് ആവശ്യത്തിന് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ ഞാൻ അതിന്റെ ഒരു കുറുക്കു വഴി പറഞ്ഞു തന്നതാണ്. ബിസിനസ് അക്കൗണ്ടിലേക്ക് ബാങ്കുകളിൽ നിന്നോ സർക്കാരിൽ നിന്നോ നിയമം അനുവദിക്കുന്ന മറ്റിടങ്ങളിൽ നിന്നോ ബിസിനസ് ഓണറുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്നോ പാർട്ണർമാരുടെ അക്കൗണ്ടിൽ നിന്നോ ഡയറക്ടർമാരുടെ അക്കൗണ്ടിൽ നിന്നോ മാത്രമേ വ്യവസായ ആവശ്യത്തിന് പണം സ്വീകരിക്കാവൂ. മുൻകാലങ്ങളെ പോലെ അല്ല. നിങ്ങളുടെ ആധാർ നമ്പർ അടിച്ചു നോക്കിയാൽ വലിയ താമസമില്ലാതെ ഇന്ത്യയിൽ ഈ വ്യക്തി ഓരോ വർഷവും ഓരോ മാസവും എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകൾ എവിടെയൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റുന്ന തരത്തിലേക്ക് നിയമ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദായ നികുതി വകുപ്പിന് നിങ്ങളുടെ ആധാർ നമ്പർ മാത്രം മതി. അതുകൊണ്ടാണ് ഈ ആധാറും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ആയിട്ട് ബന്ധിപ്പിക്കണം എന്നൊക്കെ പറയുന്ന വലിയ നിർദ്ദേശങ്ങളൊക്കെ വരുന്നില്ലേ. നികുതി വകുപ്പിന് ആധാർ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ GST രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു നോക്കിയാൽ ഈ സ്ഥാപനം എത്ര രൂപയുടെ കച്ചവടം നടത്തി, എത്ര പണം അടച്ചു, എത്ര ക്ലെയിം ചെയ്തു എന്നൊക്കെ കൃത്യമായി അറിയാവുന്ന തരത്തിലേക്ക് നിയമമേഖലയിൽ സർക്കാർ തലത്തിൽ വലിയ പരിഷ്കരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ബാങ്ക് വഴിയുള്ള ഓപ്പറേഷനേ ഉള്ളേ. അതല്ലാതെയുള്ള ഓപ്പറേഷൻസ് കറൻസിയായി നടത്തുന്ന കാര്യങ്ങളൊന്നും അവിടെ വരില്ല. അതുകൊണ്ടാണ് വസ്തു ഇടപാടിൽ പോലും പരമാവധി 2 ലക്ഷം രൂപ മാത്രമേ കറൻസിയായി കൊടുക്കാവൂ. വസ്തു വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ പോലും 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വസ്തു ഇടപാട് പോലും ബാങ്ക് ട്രാൻസാക്ഷൻ ആയിരിക്കണം. ആ ട്രാൻസാക്ഷൻ നിങ്ങളുടെ
പ്രമാണത്തിൽ പറഞ്ഞിരിക്കുകയും വേണം എന്ന് കൃത്യമായി പരാമർശിക്കുന്ന നിയമം വന്നിട്ടുള്ളൂ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി ഒരു ചെറുകിട സൂക്ഷ്മ ഇടത്തരം വ്യവസായി പാലിച്ചിരിക്കേണ്ട കാര്യങ്ങളെ പറ്റി എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനിയും നിരവധിയായ കാര്യങ്ങൾ ഉണ്ട്, എങ്കിലും എന്റെ സംസാരം ഏതാണ്ട് 1 മണിക്കൂർ എടുത്തു എന്ന് തോന്നുന്നു. നിങ്ങൾ ഇനി ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതായിരിക്കും, അപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റുന്നതായിരിക്കും ശരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ലോറൻസ് സാറോ അതല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാര് കോ ഹോസ്റ്റുകളായിട്ടുണ്ട്, അവരാരെങ്കിലും ആ ചോദ്യങ്ങളൊന്ന് നിയന്ത്രിക്കുകയും. സാർ നമുക്ക് സുധീന്ദ്രൻ സാറിനോട് ചോദ്യങ്ങൾ. ലോറൻസ് സാർ മ്യൂട്ടാണ്. ലോറൻസ് സാർ മ്യൂട്ടാണ്. കേൾക്കാലോ അല്ലേ? ഇപ്പൊ കേൾക്കാം. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴോ മറ്റ് ഒന്നുമല്ല, സംരംഭകർ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന നിയമങ്ങളെ പറ്റിയാണ് സുധീന്ദ്രൻ സാർ സംസാരിച്ചത്. അപ്പൊ സാറും അതിനോട് അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. കൂടുതൽ വിഷയങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിനകത്ത് ബന്ധപ്പെടുക. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു മാഗസിൻ ഉണ്ട്, വ്യവസായ കേരളം എന്ന് പറയുന്നത്. വ്യവസായ കേരളം മാസിക സുധീന്ദ്ര സാറ് അതിനകത്ത് ഈ പ്രാവശ്യം ഒരു നിയമ കോളം കൈകാര്യം ചെയ്യുന്നുണ്ട്, ഒരു കോളം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതിനകത്തൊരു കോളം ചെയ്യുന്നുണ്ട്, ഒരു 5 വർഷമായിട്ട്. സുധീന്ദ്ര സാറ് ഒരു കോളം ചെയ്യുന്നുണ്ട്, നിയമ കോളം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ആവശ്യമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് വാട്സപ്പിലും കോൺടാക്ട് ചെയ്യുകയോ ഡയറക്റ്റ് ഫോൺ വിളിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാഗസിൻ ഒരു മാസം ഒരെണ്ണമാണ്. നല്ലൊരു മാഗസിനാണ്, ഒരുപാട് സംരംഭകർ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി വിഷയങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇദ്ദേഹത്തെ പോലുള്ള പ്രഗത്ഭരൊക്കെയാണ് അതിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ളവർ ദയവായിട്ട് ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോഴ് നിങ്ങൾ സുധീന്ദ്ര സാറോട് ഇതിൽ സംശയങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാനുള്ള അവസരമാണ്. സർ ചോദിച്ചോട്ടെ? പേര് പറയൂ. എന്റെ പേര് അല്ല കേട്ടോ, 300 രൂപയുണ്ട് ഒരു വർഷത്തേക്ക് കേട്ടോ. അത് എന്നെ വിളിക്കാൻ പറഞ്ഞു. ഓക്കെ, താങ്ക് യു സർ. സർ എൻ്റെ പേര് നീതു, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. എനിക്ക് സാറ് സംസാരിച്ചപ്പോൾ അതിനിടയ്ക്ക് നമ്മളൊരു വീട് വാടകയ്ക്കെടുത്ത് വ്യവസായം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അതിൽ നമ്മളിപ്പോൾ സർവീസസ് ആണ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ടോന്ന് അത് പറഞ്ഞില്ലായിരുന്നു. വീട് വാടകയ്ക്കെടുത്ത് അവിടെ ഒരു സർവീസ് ഇൻഡസ്ട്രി, ഉദാഹരണത്തിന് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേം അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസി ഫേം അങ്ങനെയാണ് തുടങ്ങുന്നതെങ്കിലും അതൊരു കൊമേഴ്സ്യൽ സ്പേസ് ആണ്, വ്യവസായ ബിസിനസ് ആണ് ചെയ്യുന്നത്, കൊമേഴ്സ്യൽ സ്പേസ് ആണ്. മനസ്സിലായോ? വീട് റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് വീടിന് കുറഞ്ഞ താരിഫിൽ വെള്ളവും കരണ്ടും ഒക്കെ തരുന്നത്. മറിച്ച് അതൊരു വ്യവസായമായി മാറുമ്പോൾ അതിന്റെ താരിഫ് മാറും, കറണ്ടിന്റെ താരിഫ് മാറും. അതേപോലെ തന്നെ ഒരു വീട്ടിലൊരു ഡൊമസ്റ്റിക് ഇൻസിഡന്റ് സംഭവിക്കുന്നത് പോലെയല്ല ഒരു ബിസിനസ് സ്പേസില് ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നത്. വീട്ടിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് പോലെയല്ല ഒരു ഓഫീസിലെ ജീവനക്കാർക്ക് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ സ്വന്തം വീടിന്റെ ഒരു ഭാഗം നമ്മൾ കൊമേഴ്സ്യൽ സ്പേസ് ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നതിന് ഒരു ചെറിയ മിനിമം എക്സംഷൻ ഒക്കെ ഉണ്ട്. അതല്ല, വാടക ഉടമ്പടി പ്രകാരം പലപ്പോഴും ഈ കെട്ടിട ഉടമകൾ അത് നിരുത്സാഹപ്പെടുത്തും. കാര്യം അവര് ഈ മുനിസിപ്പാലിറ്റിക്ക് അല്ലെങ്കിൽ കോർപ്പറേഷന് ടാക്സ് അടയ്ക്കുന്നത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് അടയ്ക്കുന്ന ടാക്സിനേക്കാൾ കൂടുതലാണ് കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന് അടയ്ക്കേണ്ടത്. അതുകൊണ്ടാണ് കെട്ടിട ഉടമകള് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് നിരുത്സാഹപ്പെടുത്തുന്നത്. പക്ഷെ എപ്പോഴും ട്രാൻസ്പാരന്റ് ആയി നമ്മൾ കൃത്യതയോടുകൂടി ബിസിനസ് ചെയ്യാനാണെങ്കിൽ അതങ്ങനെ ഒരു കൺവേർഷൻ നല്ലതാണ്. നാളെ അത് തിരിച്ച് റെസിഡൻഷ്യലിലേക്ക് ഡൊമസ്റ്റിക്കിലേക്ക് മാറ്റുകയും ചെയ്യാം അവിടുന്ന് വ്യവസായം വിട്ടു പോകുമ്പോൾ. അപ്പം നമ്മൾ വാടകയ്ക്ക് അല്ലാതെ സ്വന്തം വീട്ടിൽ ഇപ്പൊ ഒരു ചെറിയ സ്പേസിലായിട്ട് തുടങ്ങുവാണെങ്കിൽ എന്താണ് എക്സംഷൻ സർ പറഞ്ഞത്? അതിന് ഈ പറഞ്ഞ കൊമേഴ്സ്യലായിട്ട് മാറ്റേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ അറിയിക്കണം, ലോക്കൽ നമ്മളത് ട്രേഡ് ലൈസൻസ് എടുക്കണം. പഞ്ചായത്താണ് പഞ്ചായത്ത്, അല്ലെ മുനിസിപ്പാലിറ്റി ആണ് മുനിസിപ്പാലിറ്റി. മനസ്സിലായി? ട്രേഡ് ലൈസൻസ് എടുത്താൽ മതി. പിന്നെ ഒരു ജീവനക്കാരനെ ആണെങ്കിലും നമ്മൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ
അത് ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും വേണം. ഓക്കെ. പക്ഷെ അത് റെസിഡൻസ് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഈ ലൈസൻസ് എടുത്താൽ മാത്രം. എന്റെ വീട്ടിന്റെ 2 മുറിയിൽ ഞാൻ ഒറ്റയ്ക്ക് നേതൃത്വത്തിൽ ഒരു ബിസിനസ് ചെയ്യുകയും ഒരു ജീവനക്കാരനെ വെച്ച് നടത്തുകയുമാണെങ്കിൽ അത്രയും ഭാഗം കൊമേഴ്സ്യലായി കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ സർ, താങ്ക് യു. സാർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പേര് പറയും. ഞാൻ ചെറുതായി ഫുഡിന്റെ ഒക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതില് FSSI ലൈസൻസ് ഉണ്ട്. പിന്നെ ഉദ്യം രജിസ്ട്രേഷൻ മാറിയല്ല ഇപ്പൊ, അതിന് പകരം ഉദ്യോഗാധാർ മാറി ഉദ്യമായി. ആധാർ മാറി ഉദ്യം. എനിക്കത് ഉദ്യം ഞാൻ അക്ഷയയിൽ പോയി രജിസ്റ്റർ ചെയ്തപ്പോ കിട്ടി. പക്ഷെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് എനിക്ക് മെസ്സേജ് വന്നു. ഡൗൺലോഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, കിട്ടിയില്ല ഡൗൺലോഡ് ചെയ്തപ്പോ. അക്ഷയക്കാരോട് പറഞ്ഞിട്ട് അവർ ചെയ്തു തരുന്നില്ലേ? അവര് തന്നത് ഒരു ടെമ്പററി ആണെന്ന് തോന്നുന്നു. ഇനി ഒരിക്കൽ കൂടെ ചെന്നാൽ മതി, ഒറിജിനൽ കിട്ടും. നമ്മുടെ ഫോൺ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പാസ്വേഡോ മറ്റോ കാര്യങ്ങളോ വല്ലതും വരികയും OTP വല്ലതും വരികയും ചെയ്യും. ഒറിജിനൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ K-Swift ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ 40 ലൈസൻസ് വേണമെന്ന് സാർ പറഞ്ഞല്ലോ. ഈ 40 ലൈസൻസിന് പകരം നമ്മൾ K-Swift എടുത്താല് 3 വർഷത്തേക്ക് അത് മതിയാവുമോ? 3 വർഷത്തേക്ക് അത് മതിയാവും. പക്ഷെ എങ്കിലും ഈ ഭക്ഷ്യധാന്യങ്ങൾ, ഈ ഫുഡ് സേഫ്റ്റി ലൈസൻസുകൾ നിർബന്ധമാണ്. അതേപോലെ ഞാൻ ആദ്യം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാചകം ഉണ്ടല്ലോ, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടെന്നേ. ലീഗൽ മെട്രോളജി ആണ്. ലീഗൽ മെട്രോ അല്ല, നമ്മുടെ സുഹൃത്തുക്കളായിട്ട് സമൂഹത്തിലുണ്ട്, നമ്മുടെ അയൽവാസികളും ബന്ധുക്കളും ഒക്കെ. അവരിടയ്ക്കിടയ്ക്ക് ഈ ലീഗൽ മെട്രോളജിക്കൊക്കെ ഒരു പ്രേമലേഖനം എഴുതും, അതല്ലെങ്കിൽ ഈ പരിസ്ഥിതി വകുപ്പിന് ഒരു പ്രേമലേഖനം എഴുതും. അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന അടിസ്ഥാനപരമായ ലൈസൻസുകളൊക്കെ എപ്പോഴും എടുത്തു വെച്ചിരിക്കുന്നതാണ് നമ്മുടെ പ്രവർത്തനം ഒരു ദിവസം പോലും മുടങ്ങാതെ കൊണ്ടുപോകാൻ നല്ലത്. പിന്നെ ഞാൻ ഒരു കെട്ടിടം ചെറുതായി വീടായിട്ടാണ് വെച്ചത്. അതിൽ നമുക്ക് ലൈസൻസ് ഇപ്പോ ട്രേഡ് ലൈസൻസ് ഡയറക്റ്റ് ആയിട്ട് എടുക്കണോ, വീടിന്റെ ലൈസൻസ് എടുത്തതിന് ശേഷം അത് മാറ്റാമോ? അല്ലെങ്കിൽ ഈ വീട്ടിൽ തന്നെയാണോ നമ്മുടെ ഈ ഭക്ഷ്യവസ്തുവിന്റെ ഉൽപാദനം നടത്തുന്നത്? ഇപ്പൊ എന്റെ വീട്ടിലാണ് നടത്തുന്നത്. തൊഴിലാളികൾ എത്ര പേരുണ്ട്? ചെറിയ ബിസിനസ് ആണ്, ഒരാളേ ഉള്ളൂ. മതി. അപ്പൊ വീടിന്റെ നമ്മുടെ പേരിലുള്ള വീടാണെങ്കിൽ നമുക്ക് ഒരാളെയൊക്കെ വെച്ചൊരു ചെറിയ തോതിലാണ് നടത്തുന്നതെങ്കിൽ തൽക്കാലം അത് കൊമേഴ്സ്യലായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ലൈസൻസുകൾ എടുക്കേണ്ടതെല്ലാം എടുത്തോണം. ലൈസൻസ് ഉണ്ട്. ഇപ്പൊ വച്ചേക്കുന്നതിനെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഒരു വീട് വെച്ചോണ്ടിരിക്കുന്നില്ല, ഒരു കെട്ടിടം, അതിന് കമേഴ്സ്യൽ ലൈസൻസ് ട്രേഡ് ലൈസൻസും വേണം അല്ലേ? അല്ല, പുതിയ വീട് വെക്കുന്നത് പിന്നെ നമ്മുടെ വ്യവസായം അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണോ, താമസം അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയാണോ, അത് രണ്ടും കൂടി മാറ്റാൻ വ്യവസായത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. വ്യവസായത്തിന് വേണ്ടിയാണെങ്കിൽ അത് കൊമേഴ്സ്യൽ സ്പേസ് ആയി തന്നെ നമ്മൾ കാണിച്ചത്. നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അനുവാദം തരുമ്പോൾ പ്ലാനൊക്കെ കൊടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ടാവും, ഇത് റെസിഡൻഷ്യൽ ആണോ കൊമേഴ്സ്യൽ ആണോ എന്ന് അവർ ചോദിക്കുന്നുണ്ടാവുമല്ലോ. കാര്യം ഇതുവരെ ആയില്ല. അപ്പൊ അത് കൊമേഴ്സ്യൽ ആയിട്ട് തന്നെ, അവിടെ ബിസിനസിന് വേണ്ടി മാത്രമാണ് പുതിയ കെട്ടിടം വെച്ചതെങ്കിൽ അത് കൊമേഴ്സ്യൽ സ്പേസ് ആയി തന്നെ രജിസ്റ്റർ ചെയ്ത് പോകണം. സാറേ ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം സാർ, ഞാൻ പാലായിൽ നിന്നാണ്. എന്റെ കുട്ടികള് IT സൊല്യൂഷൻ, ഈ ലേണിംഗ് സൊല്യൂഷൻസിന്റെ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നു. ഒരു ചെറിയ റൂമായിരുന്നു. ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ വന്നതിന്റെ പേരിൽ സ്ഥലപരിമിതി മൂലം ഞാൻ വീടിന്റെ മോൾസ് അതിനുവേണ്ടി സജ്ജമാക്കിയിട്ട് പഞ്ചായത്തിൽ നിന്ന് പുതിയ നമ്പർ എടുക്കാൻ പോവുകയാണ്. എക്സിസ്റ്റിംഗ് വീടിന്റെ മോളിൽ തന്നെ വേറൊരു ഭാഗം ഉണ്ടാക്കി അതിന്. അപ്പൊ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിന് കമേഴ്ഷ്യലായിട്ട് തന്നെ നമ്പർ ഇടണോ? നമ്മള് വീട് നമ്പർ ഇടുമ്പോ അത് IT സൊല്യൂഷൻസിലെ മകനോടൊപ്പം എത്ര പേരുടെ ഉണ്ടാവും ജീവനക്കാർ? 8 പേരുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഫ്ലോർ നമ്മൾ ടെമ്പററി കൺസ്ട്രക്ഷൻ ആണ് ഫസ്റ്റ് ഫ്ലോർ ചെയ്തെങ്കിലും അത് കൊമേഴ്സ്യൽ സ്പേസ് ആക്കി മാറ്റിയെടുക്കുന്നത് നല്ലത്. ഒരു വീടിന് 2 നിലയുണ്ടെങ്കിൽ താഴത്തെ നില റെസിഡൻഷ്യലും മോളത്തെ നില കൊമേഴ്സ്യലും, അല്ലെങ്കിൽ താഴത്തെ നില കൊമേഴ്സ്യലും മോളത്തെ നില റെസിഡൻഷ്യലും ആക്കി തരും പഞ്ചായത്തുകൾ. കേൾക്കുന്നില്ല, ഇദ്ദേഹം പറയുന്ന മ്യൂട്ടായി പോയി. മ്യൂട്ടാണ്, ഇപ്പോഴും മ്യൂട്ടാണ്. സാറേ ഇപ്പൊ കേൾക്കാം. പറഞ്ഞോളൂ. അല്ല, ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾ ഇവിടെ റെസിഡൻഷ്യൽ ആണ് ഞങ്ങളുടെ. അപ്പൊ അതിന് മുകളിൽ ഞങ്ങൾ ഒരു പണിതിട്ട് അത് കമേഴ്ഷ്യൽ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കമേഴ്ഷ്യൽ ആക്കി തരും, പഞ്ചായത്ത് തരും. ഇത്രയും 8 പേരുള്ളത് കൊണ്ട് കമേഴ്ഷ്യലായി തന്നെ വെക്കുന്നതാണ് നല്ലത്. അതെ.
താങ്ക് യു സാർ. അതിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബാധ്യതകളുണ്ടോ? നമുക്ക് മറ്റുള്ള സാധാരണ ഒരു കമേഴ്ഷ്യൽ സ്പേസ് ചെയ്യുന്നതും ഒരു നമ്മുടെ റെസിഡൻഷ്യൽ ഫ്ലോർ ഏരിയയിൽ കണക്ഷൻ ചിലപ്പോൾ പറയും അതിന്റെ പേരിൽ ഇവർക്ക് ESI മെമ്പർഷിപ്പ് കൊടുത്താൽ തൊഴിലാളിക്ക് ഒരു പ്രൊട്ടക്ഷൻ ആവുകയും ചെയ്യും. നമുക്ക് പിന്നെ അവർക്ക് അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് കൂടുകയും ചെയ്യും. ഓ സാർ, താങ്ക് യു സാർ. ഞങ്ങളത് ഒരു കൺസൾട്ടന്റിനെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു കൺസൾട്ടന്റിനെയാണ് സമീപിച്ചിരിക്കുന്നത് എല്ലാം ചെയ്തു തരാനായിട്ട്. ഡീഡും അതുപോലെ തന്നെ ഉദ്യോഗ രജിസ്ട്രേഷനും GST പ്ലാൻ എടുക്കണം അല്ലേ സാർ? GST സർവീസ് ഇൻഡസ്ട്രി 20 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ GST എടുക്കണം. 20 അത് നമുക്കിപ്പോ ഒരു സ്കോപ്പ് ഇല്ല. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോ IT സൊല്യൂഷൻസ് ആണ് നിങ്ങളുടെ സ്ഥാപനം ഒരു വലിയ കമ്പനിക്ക് ഒരു കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് വെക്കട്ടെ സാർ, ഒരു വെണ്ടർ ലൈസൻസിന് വേണ്ടിയിട്ട് നിങ്ങളെ കൂടി രജിസ്റ്റർ ചെയ്യണമെന്ന്. അപ്പൊ അവിടെ ഇരിക്കുന്നവര് ഈ എങ്ങനെ റിജക്ട് ചെയ്യാവുന്നതാണ് ഈ പലരും ഒരിക്കൽ GST രജിസ്ട്രേഷൻ എടുത്താലേ നമ്മൾ GST കളക്ട് ചെയ്യുന്നില്ലെങ്കിൽ നിൽ റിട്ടേൺ ഫയൽ ചെയ്യാം. കളക്ട് ചെയ്ത കാശ് അടച്ചാൽ മതി, കയ്യിൽ നിന്നൊന്നും അടയ്ക്കണ്ട. ഒന്നും കളക്ട് ചെയ്യുന്നില്ല, 0 ഇട്ട് അടച്ചാൽ മതി. ഒരു റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അത് കൺസൾട്ടന്റുമാർ ചെയ്തോളൂ. ഫൈൻ. അത് ഞങ്ങൾക്ക് കിട്ടിയ അഡ്വൈസും അത് തന്നെയാണ്. വലിയ കമ്പനികൾക്കൊക്കെ നമ്മൾ ഒരു കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രപ്പോസൽ കൊടുക്കുകയാണെങ്കിൽ GST നമ്പറൊക്കെ വെച്ചിട്ട് ഗമയിൽ എഴുതി വെച്ചിരിക്കുന്നത് നല്ലതാണ്. വെരി ഗുഡ് സാർ, താങ്ക് യു വെരി മച്ച്. സാറേ, എന്റെ പേര് സിജോ എന്നാണേ. ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഫുഡ് ഐറ്റംസ് ആണ് ഞാൻ സപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പ്രൊഡക്ഷൻ ഇല്ല. കമ്പനികളിൽ നിന്ന് മൊത്തം എടുത്ത് ഡിസ്ട്രിബ്യൂട്ടർ നിറപറ പോലെയുള്ള അങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം പുതിയ നിയമം വന്നപ്പം അത് ഫുഡിന്റെ ലൈസൻസും കൂടെ നമ്മൾ എടുക്കാൻ ബാധ്യസ്ഥരാണോ? നമുക്ക് പ്രൊഡക്ഷൻ ഇല്ല. ഹലോ, ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഉള്ള സാധനമല്ലേ താങ്കൾ ബൾക്കായിട്ട് എടുത്തിട്ട് ചെയ്യുന്നത്? അതെ. അല്ലാതെ താങ്കൾ അവിടെ ഒരു പാക്കറ്റ് പൊട്ടിച്ച് റീപാക്ക് ചെയ്യുന്നില്ലല്ലോ? ഇല്ല, ഒന്നും ഞാൻ റീപാക്ക് ചെയ്യുന്നില്ല. എല്ലാം കമ്പനിയിൽ നിന്ന്, അതായത് ഇപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, ആട്ടപ്പൊടി ഇതെല്ലാം ചാക്കായിട്ട് എടുക്കുന്നു. ചാക്കായിട്ട് തന്നെ ഞാൻ എല്ലാ GST വാങ്ങുന്നു, GST തന്നെ കൊടുക്കുന്നു. റീറ്റെയിൽ ആയിട്ടും ബില്ലടിച്ചു കൊടുക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഞാനായിട്ട് ഒരു സാധനവും പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല. നമ്മളൊന്നും റീപാക്കിങ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളെ ഈ ഫുഡ് ലൈസൻസ് എടുക്കേണ്ട ആവശ്യകത ഉണ്ടോ? അതാ ഞാൻ ചോദിച്ചേ. അത് എന്റെ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്നെ ഒന്ന് വിളിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യണം. പണ്ട് അതിന്റെ ആവശ്യകതയില്ല. ഇപ്പൊ ഒരു ചെറിയ കുറെ ഭേദഗതികൾ വരുന്നുണ്ട്. അപ്പൊ എന്റെ ഫുഡ് സേഫ്റ്റിയിലെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചിട്ട് കൃത്യമായ ഒരു ഉത്തരം തരാം. അതല്ലാതെ എനിക്ക് സംശയത്തിന് പുറത്തൊരു ഉത്തരം തരുന്നത് ശരിയല്ലല്ലോ, കേട്ടോ? ഓക്കെ സാറേ, താങ്ക് യു. ഹലോ സാർ. ഹലോ, ചോദിച്ചോളൂ സാറേ. ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. എന്റെ പേര് നിഫിൻ എന്നാണ് സാർ. ഞാൻ ഇത് കൂട്ട് ഒരു GST ഉള്ള ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ, GST ഉള്ള ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ, ഹലോ, GST ഉള്ള പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ 40 ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രം GST എടുത്താൽ മതിയോ? 40 ലക്ഷം വാർഷിക ടേൺ ഓവർ അധികരിച്ചാൽ GST എടുക്കണമെന്നുള്ളതാണ് നിർബന്ധം. നിയമപരമായി നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. 40 ലക്ഷത്തിന് താഴെയാണ് നമ്മുടെ വാർഷിക ടേൺ ഓവർ എങ്കിൽ GST എടുക്കണമെന്നില്ല. പക്ഷെ ഏതാണ്ട് അത്രയുമൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകള് GST രജിസ്ട്രേഷൻ എടുക്കും. അതിനകത്ത് വലിയ ചെലവ് വരുന്നില്ല. ഒരു GST രജിസ്ട്രേഷൻ എടുത്താല് നമ്മൾ പിരിക്കുന്ന പണം അടച്ചാൽ മതി. നമ്മുടെ കയ്യിൽ നല്ല ഒന്നും അടയ്ക്കുന്നേ. നമ്മൾ നികുതിദായകന് ബില്ല് കൊടുത്ത് കളക്ട് ചെയ്യുന്ന പണം അങ്ങോട്ട് അടയ്ക്കുന്നേ ഉള്ളൂ. ഈ മാസം ഒന്നും കളക്ട് ചെയ്തില്ലെങ്കിൽ 0 എന്ന് പറഞ്ഞ് അടയ്ക്കുക ചെയ്യാം, കേട്ടോ?
അല്ല ഇനിയിപ്പോ നമ്മളിപ്പോ വിൽക്കുന്ന 12% ടാക്സ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് വെച്ചോ. ഓ അപ്പോ ഇതിപ്പോ നമുക്കിപ്പോ നമ്മള് ടാക്സ് ഇല്ലാത്ത പ്രോഡക്റ്റ് മേടിച്ചാണ് ഫസ്റ്റ് മേടിച്ചത് പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോ 12% ടാക്സ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ വിൽക്കുന്നു. അപ്പൊ നമുക്ക് 40% താഴെയാണ് നമ്മൾ മേടിച്ചൊരു പ്രോസസ് ചെയ്ത് നമ്മള് അവിടെ GST കളക്ട് ചെയ്യുന്നുവെങ്കിൽ കളക്ട് ചെയ്ത് GST നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അല്ല GST ഇല്ല, നമ്മളൊരു പുതിയ കമ്പനി തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അതെ അതെ, നമ്മള് 1 രൂപയുടെ കരം ശേഖരിച്ചിട്ടുണ്ടെങ്കിലും ഈ കൺസ്യൂമറിൽ നിന്ന് ശേഖരിച്ച നികുതി പണം ഖജനാവിലേക്ക് അടയ്ക്കുവാൻ നമ്മൾ നിർബന്ധിതരാണ്, ബാധ്യസ്ഥരാണ്. ശരി സാർ. നമസ്കാരം സാറേ, എൻ്റെ പേര് ബിനിൽ എന്നാണ്. സാറേ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളൊരു LLP കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളൊരു ഫാം തുടങ്ങിയിട്ടുണ്ട്. അത് ലീസിനെടുത്ത ഒരു സ്ഥലത്താണ് നമ്മളൊരു ഫാം തുടങ്ങിയിട്ടുള്ളത്. അപ്പം അതിന് നിലവിൽ നമുക്ക് ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഫാമിന്റെ ലൈസൻസ് 3 വർഷത്തേക്ക് പൊല്യൂഷൻ ബോർഡിൽ ഉണ്ടായിരുന്നു. അത് നമ്മളുടെ കമ്പനിയുടെ പേരിലേക്ക് മാറ്റിത്തരാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പം അത് പൊല്യൂഷൻ ബോർഡിൽ നമ്മൾ അതിനൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ ഏതൊക്കെ ലൈസൻസും കാര്യങ്ങളാണ്, ഇപ്പം പന്നി ഫാം ആണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി അവിടെ കുറച്ച് പന്നികളെ കൊണ്ട് ഇട്ടിട്ട് നമ്മളതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് മുമ്പോട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ലൈസൻസ്, ഏതൊക്കെ അതോറിറ്റീസുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടേണ്ടതെന്നൊന്ന് പറഞ്ഞാൽ. പൊല്യൂഷന്റെ ലൈസൻസ് ഉണ്ട്. നിങ്ങളവിടെ അതിനെ പ്രോസസ് ചെയ്ത് പാക്ക് ചെയ്ത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ അതിനെ വിൽക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അവിടെ ഒരു പ്രോസസിംഗ് യൂണിറ്റിനെ പറ്റി തൽക്കാലം പ്ലാനിങ്ങിലില്ല. പ്രോസസിംഗ് യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഉണ്ടാവണം. പിന്നെ പാക്ക് ചെയ്ത് വിൽക്കുകയാണെങ്കിൽ മറ്റേ നമ്മുടെ വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ഉൾപ്പെടുന്ന അവിടെ നിന്നുള്ള ലൈസൻസ് ഉണ്ടാവണം. അത് ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ മതി. ലീഗൽ മെട്രോളജിയുടെ ലൈസൻസ്. കുഞ്ഞുങ്ങളെ വളർത്തി കുഞ്ഞുങ്ങളെ വിൽക്കുക എന്നുള്ളതാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ പ്ലാനിങ്ങിലുള്ളത്. ഒരു പക്ഷേ നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ആ ഒരു രീതിയിലേക്ക് ചിലപ്പോൾ മാറാനുള്ള എക്സ്പാൻഷൻ പോകുന്ന സമയത്ത് മുൻകൂട്ടി എടുത്തു വെക്കണ്ട. നമ്മൾ അത്തരത്തിലുള്ള യൂണിറ്റിന്റെ ഭാഗം അവിടെ അതിന്റെ ഇതിനെ പ്രോസസ് ചെയ്യാനും കട്ട് ചെയ്യാനും ഫ്രീസ് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ ഇപ്പോൾ എടുത്താൽ മതി. ഇപ്പോഴും എടുത്തു വെക്കണ്ട. നിലവിൽ നമ്മൾ എടുക്കേണ്ടത് പ്രധാനമായും പൊല്യൂഷൻ തന്നെയാണ്. പിന്നെ ട്രേഡ് ലൈസൻസ്, പഞ്ചായത്തിൽ നിന്നുള്ള ട്രേഡ് ലൈസൻസ് ഉണ്ടാവണം. ട്രേഡ് ലൈസൻസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. LLP കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. LLP പാർട്ണർഷിപ്പ് LLP പാർട്ണർഷിപ്പ് ആണ്. അതെ, പാർട്ണർഷിപ്പ് ഫേമായിട്ട് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉണ്ടായിരുന്ന ഒരു ലൈസൻസ്, പഴയ ലൈസൻസ് വേറെ ആരുടെയോ പേരിലായിരുന്നു, അത് ഈ പാർട്ണർഷിപ്പിന്റെ പേരിലേക്ക് മാറ്റിയെടുക്കാൻ പോവുകയാണ് അല്ലേ? നേരത്തെ ശരിക്കും പൊല്യൂഷൻ ബോർഡിൽ നിന്ന് അവർക്കൊരു പെർമിഷൻ ഉണ്ടായിരുന്നു. ആ പെർമിഷൻ ഒരു വ്യക്തിയുടെ പേരിലായിരുന്നു. അത് നമ്മൾ ഈ പാർട്ണർഷിപ്പ് ഫേമിന്റെ പേരിലേക്ക് നമ്മൾ മാറ്റിയെടുക്കും. ആ വ്യക്തി പാർട്ണർഷിപ്പിൽ പങ്കാളിയാണോ? അല്ല, അവര് പക്ഷെ ഒരു 200 രൂപ പത്രത്തിൽ അവരുടെ സമ്മതപത്രം എഴുതി തന്നു. അത് നമ്മൾ പൊല്യൂഷൻ ബോർഡിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പൊല്യൂഷൻകാർ സമ്മതിച്ചോ? ആ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. അതിന്റെ നടപടികളിലാണ് ഇപ്പൊ. എന്തായാലും അത് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ പരസ്യമായി പറയണ്ട, എങ്കിലും എത്രയും വേഗം അത് സംഗതി സാധിച്ചെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ. ഹലോ, പറയൂ. പറഞ്ഞോട്ടെ. എന്റെ പേര് ഷാനവാസ്. സാറേ, ഞാനൊരു LLP രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് പണം എടുക്കുന്നതിനെ സംബന്ധിച്ച് 2019 ഒരു ആക്ട് പറഞ്ഞല്ലോ സാറ്. അതിനെ കുറിച്ച് ഒന്നുകൂടി വിശദമായിട്ട് എങ്ങനെയാണ് ഫണ്ട് എടുക്കാൻ കഴിയുക, എങ്ങനെയാണ് അത് ഫണ്ട് എടുക്കുന്നതിന് വയലേഷൻ വരിക, എന്താണ് പ്രൈവറ്റ് നമ്മളുടെ അക്കൗണ്ട് വഴി ഫണ്ട് എടുക്കുന്നതിനെ കുറിച്ച് സാറ് പറഞ്ഞു. ഒന്നുകൂടി വിശദീകരിച്ചാൽ തിരക്കുണ്ട. പറയാം. അപ്പൊ ഒരു പാർട്ണർഷിപ്പ് ആകുമ്പോൾ പാർട്ണർഷിപ്പിൽ ആരോടൊക്കെ കാശ് മേടിക്കാം. LLP ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ, ആരോടൊക്കെ കാശ് വാങ്ങിക്കാം. LLPയിലെ 2 തരം പാർട്ണർമാരുണ്ട്. സാധാരണ പാർട്ണറും ഡെസിഗ്നേറ്റഡ് പാർട്ണറും. ഡെസിഗ്നേറ്റഡ് പാർട്ണർമാരാണ് LLPയുടെ ഭരണനിർവഹണം നടത്തുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് പണം മേടിക്കാം. ബാങ്കുകാർ നിങ്ങൾക്ക് വ്യവസായത്തിന് കാശ് തന്നാൽ അത് മേടിക്കാം.
ഓക്കെ. സർക്കാർ ഏജൻസികൾ തന്നാൽ അത് വാങ്ങിക്കാം. ഓക്കെ. നിങ്ങളുടെ പാർട്ണർമാരിൽ നിന്നോ ഡെസിഗ്നേറ്റഡ് പാർട്ണർമാരിൽ നിന്നോ വാങ്ങിക്കാം. ഓക്കെ. മനസ്സിലായോ? ഇതൊന്നുമല്ലാത്ത മൂന്നാമതുള്ള ആളുകളിൽ നിന്ന് വാങ്ങാൻ പാടില്ല. നമ്മളൊരു ബന്ധമില്ലാത്ത ആളുകളിൽ നിന്ന് വാങ്ങാൻ പാടില്ല. ബന്ധമില്ലാത്ത ആളുകളിൽ നിന്ന് വാങ്ങാൻ പാടില്ല. ഓക്കെ, താങ്ക് യു സർ. അതാണ് ഈ 2019 ഈ നിയമം മൂലം നിരോധിച്ചത്. 2019 ആക്ടിന്റെ പേരൊന്ന് പറയാമോ? The banning of unregulated deposit schemes Act 2019 നമ്പർ 21/2019 പബ്ലിഷ്ഡ് ഓൺ 31 ജൂലൈ 2019. ഓക്കെ. ഒരു ലാൻഡ് നമുക്ക് വേറെ ഒരു സെക്കൻഡ് പാർട്ടിയിൽ നിന്ന് പാർട്ണർ ആക്കിയിട്ട് എടുക്കാൻ കഴിയും? ഒരു ലാൻഡ് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആക്കി കാണിച്ചാൽ മതി. ഓക്കെ. താങ്ക് യു സർ. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പണമായി കൊണ്ടുവരണമെന്നില്ല. അതിന്റെ തുല്യമായ ഇത്ര രൂപ വില മൂല്യമുള്ള ഭൂമിയാണ് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോ ആ ഭൂമി LLPയുടെ പേരിലേക്ക് എഴുതി തരണം. ഹലോ, എന്റെ പേര് ജോസൂട്ടി. ചോദിച്ചയാള് പൂർണ്ണമായ ഉത്തരം മനസ്സിലായോ? തീർച്ചയായിട്ടും മനസ്സിലായി സാർ. വളരെ ഉപകാരം. താങ്ക് യു സർ. ജോർജ് ഊട്ടി. സാർ പറഞ്ഞല്ലോ ഈ ESI രജിസ്ട്രേഷൻ 10 പേരുണ്ട്. ESI രജിസ്ട്രേഷൻ 10 പേരുണ്ടെങ്കിൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു. 10 താഴെയാണെങ്കിൽ നമുക്ക് ഈ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുമോ? 10 പേരിൽ താഴെ ആണ് ലേബേഴ്സെങ്കിലും ഈ രജിസ്ട്രേഷൻ നമുക്ക് എടുക്കാൻ തലയെണ്ണം 10 പേര് വേണം. നിർബന്ധമാണ്. 10 പേരായാൽ നിർബന്ധമാണ്. 10 പേര് താഴെയാണെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കില്ലേ? 1-2 പേരുണ്ടെങ്കിൽ ആരെങ്കിലും ടെമ്പററി ആയിട്ട് നിങ്ങൾ ടെമ്പററി ജീവനക്കാരെന്ന് പറഞ്ഞ് 2 മാസത്തേക്ക് ശമ്പളം കൊടുത്തിട്ട് ആ മാസത്തെ കണക്ക് വെച്ച് എടുത്താൽ മതി. ഒരിക്കൽ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരതിൽ നിന്ന് പുറത്താക്കത്തില്ല. തലയെണ്ണം 10 ഇല്ലെങ്കിലേ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് എവിടെ എടുക്കേണ്ടത്? എത്ര രൂപയാകും? അത് ESI കൺസൾട്ടന്റുമാരുണ്ട്. ഇത്തരം ESI PF കൺസൾട്ടന്റുമാരുണ്ട്. ഇദ്ദേഹം ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ അതിലെ 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ആയ ഒരു കൺസൾട്ടന്റ്, ഒരു ജോസ് സാർ ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തില്. അതിന് ആ ജോസ് സാറിന്റെ നമ്പറും ഒക്കെ തരാം, അദ്ദേഹം ചെയ്തു തരും. കേട്ടില്ല? ഇതിന്റെ മുഴുവൻ തുകയും അദ്ദേഹമാണ് അതിലെ എക്സ്പെർട്ട്. അദ്ദേഹം അത് പറഞ്ഞു തരും. കേൾക്കുന്നില്ല ജോസഫ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ചോദിച്ചു. വാടക മറ്റേ ഒരു 11 മാസത്തിൽ കൂടുതലാണെങ്കിൽ നിർബന്ധിത രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു വാടക ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. ഇത് ഒരു പഞ്ചായത്തിന്റെ സ്ഥാപനമാണെങ്കിൽ, ബിൽഡിംഗ് ആണെങ്കിൽ, ഷോപ്പിംഗ് കോംപ്ലക്സ്, അങ്ങനെയുള്ള ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അല്ല, റേഞ്ചിന് അല്പമുണ്ട്. അതിന്റെയാണ് ഈ ഒരു പഞ്ചായത്തിന്റെ സ്ഥാപനമാണെങ്കിൽ, ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയുള്ള ഒരു പഞ്ചായത്ത് സ്ഥാപനമാണെങ്കിൽ നമുക്ക് ഈ നിർബന്ധിത രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുമോ? ഈ രജിസ്ട്രേഷനെ സംബന്ധിച്ച് പറയുന്നത് വാടക അഥവാ ലീസ്, വാട്ടർ ചാർട്ട് അഥവാ ലീസിന്റെ രജിസ്ട്രേഷനെ സംബന്ധിച്ച് പറയുന്നത് രജിസ്ട്രേഷൻ ആക്ടും കേരള സ്റ്റാമ്പ് ആക്ടുമാണ്. സർക്കാരിനോ സർക്കാരിന്റെ സ്ഥാപനങ്ങൾക്കോ ഇത്തരം ചില കാര്യങ്ങളിൽ ഇളവ് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് എന്ന് പറയുന്നത് പ്രാദേശിക സർക്കാരാണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പഞ്ചായത്ത് മെമ്പർമാരും നമ്മുടെ MLA ഇരിക്കുന്നത് പോലെ ഒരു ഭരണഘടനാ സ്ഥാനത്താണ് ഇരിക്കുന്നത്. പഞ്ചായത്ത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. നമ്മുടെ ഭരണഘടനയിൽ പ്രത്യേകം പഞ്ചായത്തുകളുടെ അധികാരങ്ങളും സ്ഥാനങ്ങളും ഒക്കെ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തി രാജ് നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരുടെ സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ നിർബന്ധമല്ലാത്തത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചെക്ക സംസ്കരണ യൂണിറ്റ് ആണ് നടത്തുന്നത്. എന്തോ യൂണിറ്റ് ആണ്. കേൾക്കുന്നില്ല, ഇദ്ദേഹത്തിന്റെ മുറിഞ്ഞു എന്ത് യൂണിറ്റാ? ഭക്ഷ്യ സംസ്കരണമാണ്. ഹലോ, കേൾക്കാമോ? അപശബ്ദമാണ് കൂടുതൽ, അദ്ദേഹത്തിന്റെ ശബ്ദം കുറച്ചേ വരുന്നുള്ളൂ. ഹലോ, ഫാനോ മറ്റോ അടുത്തിരുന്ന് കറങ്ങുന്നുണ്ടോ?
ദയവായിട്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്യാത്തവരൊന്ന് മ്യൂട്ട് ചെയ്യണേ കേട്ടോ. സുധീന്ദ്രൻ സാർ സംസാരിക്കുമ്പോഴേ. ഓക്കെ. ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ആണ്. സ്ഥാപനത്തിലാണ് നടത്തുന്നത്. പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ കെട്ടിടത്തിലാണ് നടത്തുന്നത്. ഈ ഹെഡ്സെറ്റ് ആണെങ്കിൽ ഒന്ന് മാറ്റി വെച്ച് സംസാരിക്കണം. ഭയങ്കര ഡിസ്റ്റർബൻസ്. നമുക്ക് മനസ്സിലാവുന്നില്ല. കേക്ക് ക്വസ്റ്റിന് മനസ്സിലാവണല്ലോ, പുള്ളി പറയണത് മനസ്സിലാവണല്ലോ. ഈ ജോസ് കുട്ടി എന്ന് പറഞ്ഞ സുഹൃത്ത് അത് ഹെഡ്സെറ്റ് വല്ലതും ആണെങ്കിലും ഒന്ന് മാറ്റുക, അല്ലെങ്കിൽ ഫാനിന്റെ അടുത്താണെങ്കിലും ഒന്ന് മാറി നിൽക്കുക. തീരെ കേൾക്കുന്നില്ല കേട്ടാ. ഒരു ചക്ക സംസ്കരണ ജോസൂട്ടി പറയുന്നത് കൃത്യമായി കേട്ടാലേ എനിക്ക് മറുപടി തരാൻ പറ്റൂ. ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഫോൺ വേണേൽ സ്പീക്കറിലിട്ടോ മറ്റോ സംസാരിക്കുക. ഇത് ഫാനിന്റെ മറ്റോ കാറ്റടിക്കുന്നുണ്ടല്ലേ? താങ്കൾ നിൽക്കുന്ന സ്ഥലത്ത് നന്നായി കാറ്റടിക്കുന്നുണ്ട്. ആ കാറ്റിന്റെ ശബ്ദമാണ് നമുക്ക് കേൾക്കുന്നത്. ഒരു സംസ്കരണ യൂണിറ്റ് പഞ്ചായത്തിന്റെ ബിൽഡിങ്ങിലാണ്. അപ്പൊ മാറി ഈ ഇളവ് പഞ്ചായത്ത് സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതെ, പഞ്ചായത്ത് പ്രാദേശിക സർക്കാരാണ്. ഗവൺമെന്റിന്റെ കാര്യങ്ങൾക്ക് ഗവൺമെന്റിന് ഇളവ് കൊടുത്തിട്ടുണ്ട്. അപ്പോ എനിക്ക് ഒരു 5 വർഷത്തേക്ക് തുടർച്ചയായിട്ട് കിട്ടുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് പഞ്ചായത്തുമായിട്ട് അവർ ആണ്ടോടാണ്ട് പഞ്ചായത്ത് കരാറ് പുതുക്കുമല്ലോ അല്ലേ? അതെ. അപ്പൊ മാറി മാറി വരുന്ന ഭരണസമിതികള് ഒരുപക്ഷെ അതിന് നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിന് അവകാശം വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഒരു വ്യവസായി എന്ന നിലയിൽ ഉണ്ടാവേണ്ട മെയ്വഴക്കം ഭരണസമിതിയുമായി ഉണ്ടായാൽ മതി. അല്ലാതെ ദീർഘകാലമായ ഒരു ഉടമ്പടി നമുക്ക് ലഭിക്കത്തില്ല. പഞ്ചായത്ത് എഴുതി തരാൻ തയ്യാറാണെങ്കിൽ വാങ്ങിച്ചോളൂ. അവർക്ക് അവരുടേതായ ചില പരിമിതികളുണ്ട്. ദീർഘകാല കരാർ എന്നാലും വെച്ചിട്ട് കോർപ്പറേഷന്റെയും പഞ്ചായത്തിന്റെയും ഒക്കെ കെട്ടിടങ്ങളിൽ ദീർഘകാലം വ്യവസായം ചെയ്യുന്നവരുണ്ട്. ശരി, ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. സുധീന്ദ്രൻ സാർ. യെസ് സാർ. ഹലോ, ആയെന്ന് തോന്നുന്നു. ഞാൻ പറയാനാ വിളിക്കുന്നേ. ഹലോ, പറഞ്ഞോട്ടെ. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ചാറ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാം. സാറ് ഞങ്ങളെല്ലാം ഒരുമിച്ച് ക്ലബ് ഹൗസിൽ ഒരു പ്രോഗ്രാം എല്ലാ ദിവസവും ഉണ്ട്. സാർ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാമോ സാറേ? സാറിനെ ഇവർ കോൺടാക്ട് ചെയ്തോളൂ. കാരണം നമുക്ക് ഒരു ക്ലാസ്സും കൂടി ഉണ്ട് സംരംഭത്തെ പറ്റി. സാർ ഒന്ന് പറയുമോ? ഓക്കെ. ഇപ്പൊ ലോറൻസ് സാർ പറഞ്ഞത് ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമം തുടങ്ങിയ കാലം മുതൽ ഇന്ന് 116ാമത്തെ ദിവസമാണ്. ഞങ്ങള് എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ ബിസിനസ് ലീഗൽ ഡിസ്കഷൻ എന്ന ഒരു റൂമില് ലീഗൽ ക്ലിനിക്ക് നടത്തുന്നു. ലീഗൽ ക്ലിനിക്ക്. അവിടെ എത്തുന്ന ആളുകൾ ചോദിക്കുന്ന വ്യവസായ സംബന്ധമായ സംശയങ്ങൾക്ക് ഞങ്ങൾ ഒരു കൂട്ടം പ്രൊഫഷണലുകളുണ്ട് അവിടെ. ഞാനുണ്ട്, കമ്പനി സെക്രട്ടറി ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട്, GST കൺസൾട്ടന്റ് ഉണ്ട്, ഡ്രഗ്സ് കൺട്രോളറായി വിരമിച്ച ആളുണ്ട്, പിന്നെ വ്യവസായ വകുപ്പിൽ ലോറൻസ് സാറൊക്കെ മിക്കവാറും 2-3 പേരുണ്ടാവും. പിന്നെ ട്രേഡ് മാർക്ക് ലോയർ ഉണ്ട്, ESI PF എക്സ്പെർട്ട് ഉണ്ട്. അങ്ങനെ വിവിധ മേഖലകളിലുള്ള ആളുകൾ കൂടിച്ചേർന്നിരുന്ന് ആ 1 മണിക്കൂർ സമയം അവിടെ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് സൗജന്യമായി ഒരു കോമൺ പ്ലാറ്റ്ഫോമിലൂടെ പരസ്യമായി പറയാവുന്ന പരിധിക്കകത്ത് നിന്നുകൊണ്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കും. കൂടുതലായ ഉപദേശങ്ങൾ ആവശ്യമുള്ളവർ ഞങ്ങളെ ഓരോരുത്തരെ വ്യക്തിപരമായി ബന്ധപ്പെടുകയും അത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ലീഗൽ ക്ലിനിക് എന്നാണ് അതിന്റെ പേര്. ബിസിനസ് ലീഗൽ ഡിസ്കഷൻ എന്നാണ് ആ റൂമിന്റെ പേര്. എല്ലാ ദിവസവും വൈകുന്നേരം, മറ്റത് ശനി ഞായറും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ എല്ലാ വർക്കിംഗ് ഡേയ്സും വൈകുന്നേരം 7 മുതൽ 8 വരെ. സാറേ, ഒരു സംശയം ചോദിച്ചു സാർ. എൻ്റെ ഒരു ജോസ് എന്നാണ്. സാറേ, ഞാനിപ്പോ UAE വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് ജോലി ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്റെ മനസ്സിലൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുകിട ഇത് തുടങ്ങാന്നുള്ളതാണ്. ചെറുകിട പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ മനസ്സിലെ ഐഡിയ ഒരു ചെറുതൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇഡ്ഡലി മാവോ ദോശമാവോ ഒക്കെ ഉണ്ടല്ലോ, അത് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ അരി മേടിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ തന്നെ ഉത്പാദിപ്പിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെന്തൊക്കെയാണ് നമുക്ക് ഫോർമാലിറ്റീസ് ചെയ്യാനുള്ളത്? എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഈ അരയ്ക്കുന്ന മെഷീൻ മേടിച്ചുകൊണ്ട് സ്വന്തമായിട്ട് ഒരു കൈത്തൊഴിൽ ഒരു കുടിൽ വ്യവസായം പോലെ ചേർത്ത് തുടങ്ങാനായിട്ട്? യുഎയിൽ ഇപ്പൊ ഏറ്റവും പ്രശസ്തമായി നിൽക്കുന്ന ബ്രാൻഡ് മിൽമ എന്നൊരു ബ്രാൻഡാണ് അല്ലേ? അതെ. ആലപ്പുഴക്കാരൻ തുടങ്ങിയത്, ഒരു പയ്യൻ ഇവിടുന്ന് വന്നിട്ട് വെച്ചൂച്ചേരി സുഗതൻ എന്ന് പറയുന്ന ഒരു പേർ മുതലാളിയുടെ മകൻ അവിടെ വന്ന് തുടങ്ങിയതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇത്ര ഒരുപാട് ബ്രാൻഡിൽ ഈ ഇഡ്ഡലി, ദോശ ഇഡ്ഡലി ബാറ്റർ ഉണ്ട്. ID ഫ്രഷ് എന്ന് പറയുന്ന ഒരു വലിയ മൾട്ടി ബില്യൺ കമ്പനി മുസ്തഫ ബാംഗ്ലൂർ കേന്ദ്രമാക്കി നടത്തിയിട്ടുണ്ട്. അത് വളരെ വിജയമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ താങ്കൾക്ക് വരാവുന്നതാണ്, വന്ന് തുടങ്ങുക. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം വീട്ടിൽ ഒരു മുറി അതിനായി തരപ്പെടുത്തുക. കൂടുതൽ ജീവനക്കാരൊന്നുമില്ല, ചെറിയ രീതിയിൽ തുടങ്ങാനാണെങ്കിൽ വീട്ടിൽ തന്നെ തുടങ്ങാം. കൂടുതൽ വോളിയം ഉൽപാദനവും ഒക്കെ വരികയാണെങ്കിൽ ആദ്യം സെപ്പറേറ്റ് അതിന് സ്ഥലവും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ലൈസൻസ് എടുക്കണം നിർബന്ധം. പിന്നെ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, അവിടെ നിന്ന് ഒരു ട്രേഡ് ലൈസൻസ് എടുക്കണം. താങ്കൾ ഒരു നല്ല പേര് കണ്ടുപിടിക്കണം. ആ പേരിനനുസൃതമായി പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു ലോഗോയും ഒക്കെ ഈ താങ്കളുടെ പ്രോഡക്റ്റിന് കണ്ടുപിടിക്കണം. പിന്നെ അത് പാക്ക് ചെയ്ത് വിൽക്കുന്നതായതുകൊണ്ട് അളവ് തൂക്ക നിയമങ്ങൾ പ്രകാരമുള്ള ഒരു ലൈസൻസ് നിങ്ങൾ അതിനോടൊപ്പം എടുക്കണം. കാര്യം ഇത് 1000 മില്ലി കൊള്ളുന്ന ബാറ്ററാണ്, മാവാണ് നിങ്ങൾ അതിലെ കവറിനകത്ത് കവർ ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ നിങ്ങളതിൽ വേണ്ടത് പിന്നെ ഈ ബാച്ച് നമ്പർ, അത് ഉൽപ്പാദിപ്പിച്ച ദിവസം, എക്സ്പയറി ഡേറ്റ്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇതേ പറ്റിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, ഇത് കൂടുതൽ സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് തുടങ്ങിയ ഒരു ലേബല് ആ കവറിനകത്ത് ഉണ്ടാവണം. അത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും. അപ്പൊ ഞാൻ ഒരു സംശയം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനും എന്റെ വൈഫ് അല്ലെങ്കിൽ കുട്ടികളെടുത്ത് തുടങ്ങുമ്പോൾ നമ്മൾ അതിനകത്ത് ESI പ്രൊഫഷണൽ ആവശ്യം വരുന്നില്ല. ഇല്ല, 10 ജീവനക്കാരുടെ ബോർഡിലോട്ട് പോകുമ്പോഴേ അതൊക്കെ വരുന്നു. നിങ്ങൾ വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും കൂടെ ചേർന്ന് ഒരു എൻഗേജ്മെന്റ് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. അതുപോലെ ഞങ്ങൾക്ക് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെറിയ വണ്ടി എടുത്ത് നമ്മൾ തന്നെ ഇത് മറ്റു വീടുകളിൽ അല്ലെങ്കിൽ മറ്റു കടകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും മറ്റു ലൈസൻസിന്റെ ആവശ്യം വരുന്നുണ്ടോ? ഇല്ല, ഇത് സാധാരണ ഇത് ഒരുപാട് വിജയിച്ചതാണ്. ഈ ബിസിനസ് മോഡൽ ഒരുപാട് വിജയിച്ചതാണ്. ഉണ്ടാക്കി സ്കൂട്ടറിലെ കുറെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് അതിന്റെ സൈഡിലും മുന്നിലും എല്ലാം തൂക്കിയിട്ട് തന്നെത്താൻ ഉൽപ്പാദിപ്പിക്കുന്ന ആള് തന്നെ കൊണ്ട് നടന്ന് വിറ്റ് വലിയ ബ്രാൻഡാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു സിനിമാ നിർമ്മാതാവ് സിനിമ നിർമ്മിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി അവസാനം ജീവിക്കാൻ മാർഗമില്ലാതെ ഒരു കൈനറ്റിക് ഹോണ്ട സ്കൂട്ടറിൽ തന്റെ വീട്ടിൽ തന്നെ അദ്ദേഹവും ഭാര്യയും കൂടി അരി അരച്ച് മാവരച്ച് ഇപ്പൊ ഒരു നല്ല സ്റ്റേബിളായ ബിസിനസ് ലെവലിലേക്ക് അദ്ദേഹം എത്തിയ കഥ എനിക്കറിയാം. അത് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയത് തന്റെ കൈനറ്റിക് ഹോണ്ടയിലാണ് ഇത് മുഴുവൻ ഒരു പട്ടണത്തിൽ മുഴുവൻ കൊണ്ട് വിതരണം ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൊണ്ട് നടക്കുന്നതിന് അപ്പൊ എപ്പോഴും നിങ്ങളത് വളരെ സിമ്പിളായി ചിന്തിക്കുക. കൂടുതൽ ചിലവ് വരുന്നത് ആദ്യമേ ആവരുത്. നിങ്ങൾക്ക് മാർക്കറ്റിൽ നിങ്ങളുടെ സാധനം വിജയിച്ചു, അതിന് ചിലവ് കൂടി വരുന്നു എങ്കിൽ മാത്രമേ പെട്ടെന്നൊരു വണ്ടിയൊക്കെ എടുത്ത് ആ രീതിയിലേക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പോകാവൂ. കാര്യം നിങ്ങൾ പ്രവാസത്ത് വന്ന് സ്ഥിര വരുമാനം കിട്ടിയിരുന്ന ഒരു ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്ന് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മാനസികമായ വെല്ലുവിളികൾ നിങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് പരമാവധി ചിലവ് ചുരുക്കി വിജയിപ്പിച്ചെടുത്ത് അതിൽ നിന്ന് വർദ്ധിപ്പിക്കുവാൻ ഉപയോഗിക്കല്ല. നിങ്ങളുടെ പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്ന പണം മുഴുവൻ കൊണ്ട് ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് ഒരു കൃത്യമായി നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുതയാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ട് വരുന്ന ദിവസം മുതൽ നിങ്ങൾക്ക് പിന്നെ ചെലവേ ഉള്ളൂ, വരവില്ല. ഇത് കൃത്യമായി നിങ്ങൾക്ക് എല്ലാ 26-ാം തീയതിയും ശമ്പളം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന ആളിന്. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് അവസാനിപ്പിച്ച് വരുമ്പം ഇങ്ങോട്ട് വരവില്ല, ചെലവ് മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകം മനസ്സിലിരുത്തണം. സിമ്പിൾ ടു കോംപ്ലക്സ്. നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങളും ഭാര്യയും മക്കളും കൂടിയാണ് ഇതെല്ലാം വ്യവസ്ഥകൾ പാലിച്ച് കൃത്യമായി പാക്ക് ചെയ്ത് നിങ്ങളുടെ പ്രോഡക്റ്റിന് നല്ല മാർക്കറ്റ് കിട്ടും. നല്ല സോഫ്റ്റ് ഇഡലി ആയി കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് നല്ല മാർക്കറ്റ് കിട്ടും. കല്ല് പോലത്തെ ഇഡലി അല്ലാത്ത അതിന് കൃത്യമായി നിങ്ങൾ ആദ്യം കച്ചവടം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എടുക്കാൻ പോകുന്ന റെസിപ്പി നിങ്ങളുടെ വീട്ടിൽ തന്നെ കുറച്ച് ദിവസം പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ തന്നെ ഉണ്ടാക്കി അതിന്റെ ഫെർമെന്റേഷൻ സമയവും ഒക്കെ നോക്കി നിങ്ങൾ തന്നെ ഇഡലി ഉണ്ടാക്കി കഴിച്ചു നോക്കുക. അങ്ങനെ കഴിച്ചു നോക്കി നിങ്ങളുടെ ആ ഇൻഗ്രീഡിയൻസിന്റെ കോമ്പിനേഷനും റേഷ്യോയും കൃത്യമാണെന്ന് നിങ്ങളുടെ മനസാക്ഷിക്ക് 100% ബോധ്യപ്പെട്ട് കഴിഞ്ഞാലേ നിങ്ങൾ അതിന്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷനിലേക്ക് പോകാവൂ. അപ്പൊ ഒറ്റയടിക്ക് കയറി കൊമേഴ്സ്യൽ പ്രൊഡക്ഷനിലേക്ക് പോകരുത്. നിങ്ങൾ അവധി കഴിഞ്ഞ് നാട്ടിൽ വന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്കുള്ള അളവിലും തൂക്കത്തിലും നിങ്ങളത് ഉൽപ്പാദിപ്പിച്ച് നിങ്ങളുടെ വീട്ടിൽ ഒരു മാസമോ ഒരാഴ്ചയോ നിങ്ങളത് പരിശോധിച്ച് നോക്കി കൃത്യമായി അതിന്റെ അളവും
അളവ് വ്യത്യാസം, ഉഴുന്ന് കൂടിയാൽ എങ്ങനെ ഇരിക്കും, ഉഴുന്ന് കുറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, 2 ഉലുവ ഇട്ടാൽ എങ്ങനെ ഇരിക്കും, ഉലുവ ഇട്ടില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും, ഇതൊക്കെ നോക്കി കൃത്യമായി നിങ്ങൾ ഒരു ബുക്കിൽ ഒരു മാസം പരിശോധിച്ച് നിങ്ങൾക്ക് പൂർണ്ണ മനസ്സോടുകൂടി അതിലൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൊമേഴ്സ്യൽ പ്രൊഡക്ഷനിലേക്ക് പോകാവൂ. കേട്ടോ ജോസേ? ഓക്കെ സാർ, താങ്ക് യു സാർ, വെരി വെരി താങ്ക് യു സാർ. നമുക്ക് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം കൂടെ ഉണ്ട്. അതിനു മുമ്പ് രജനി മാഡത്തിന് സംരംഭത്തെ സുധീന സാറിന്റെ നമ്പർ ഇവിടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തെ വിളിക്കാം. എന്റെ നമ്പർ ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങളെ വിളിക്കാം, നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മുടെ സമയപരിമിതി മൂലം ഞാൻ സുധീന്ദ്രൻ സാറിന്റെ നമ്പർ ഒന്നും കൂടി ഷെയർ ചെയ്യോ? സാർ നമ്പർ ഇപ്പൊ ഞാൻ ഇടാം, ഒന്ന് ശ്രദ്ധിക്കൂ, ഇപ്പൊ ഇടാം. അതാ ഈ നമ്പറാണ് സുധീന്ദ്രൻ സാറിന്റെ നമ്പർ. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വൈകിട്ട് ഒരു ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഉണ്ട്. ഡോക്ടർ സുധീർ ബാബു സാർ സംസാരിക്കുന്നുണ്ട്. ഒരു സംരംഭം എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കും, ഏതൊക്കെ സ്റ്റെപ്പിലൂടെ കടന്നു പോകണം. എന്റെ പേഴ്സണൽ നമ്പർ എന്റെ നമ്പർ ഞാൻ ഇവിടെ ഇട്ടേ, 2 നമ്പർ ഇടാം. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ നമ്പർ, ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉച്ച കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാമിന്റെ ലിങ്ക് ഞങ്ങൾ അയച്ചു തരാം. ഇപ്പോഴ് നമ്മൾ ഒരു ക്ലാസ്സും കൂടെ ഉള്ളത് കൊണ്ട് സാറിന്റെ സംസാരം നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിരിക്കേണ്ടതാണ് എങ്കിൽ പോലും നമുക്ക് മറ്റൊരു അവസരത്തിലാകാം. അപ്പം സാറിനോടുള്ള വളരെ നന്ദി താലൂക്ക് വ്യവസായ ഓഫീസിന്റെ പേരിൽ, ലാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പൊ ഇപ്പോഴ് നമുക്ക് രജനി മാഡം സംരംഭകത്തെ സ്കീമുകളെ പറ്റി, സർക്കാരിന്റെ സ്കീം, നിങ്ങൾ ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, ആരും പോകരുത്. നമുക്ക് സംരംഭക സ്കീമുകളെ പറ്റി ലാലം ബ്ലോക്ക് വ്യവസായ ഓഫീസറും ഒപ്പം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ സ്റ്റാർട്ട് ആൻഡ് ഇംപ്രൂവ് ബിസിനസ് പ്രോഗ്രാമിന്റെ ട്രെയിനറുമായ രജനി ഇപ്പോൾ സംസാരിക്കുന്നതാണ്. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന്റെ ലിങ്ക് ഇപ്പോൾ എനിക്ക് വാട്സപ്പിൽ ഞാൻ നിൽക്കുന്ന ഞാൻ അയച്ചിരുന്നതായിരിക്കും. ഈ ഇത്രയും സംസാരത്തിനെ പറ്റി ഒരു അഭിപ്രായം പറയുവാനായിട്ട് ഒരാളെ ക്ഷണിക്കുകയാണ്. നേരിട്ട് സംരംഭകരുണ്ട്. അഖില ജസ്റ്റ് ഒന്ന് സംസാരിക്കൂ. അഖില അഖില ഇത്തിരി സൗണ്ടിൽ സംസാരിക്കുവോ? ഒരു ഫീഡ്ബാക്ക് ശബ്ദം വരുന്നുണ്ടല്ലോ. ജോസ് ടി കുര്യന്റെ മൈക്കിൽ നിന്നാണെന്ന് തോന്നുന്നു. ദയവായി ജോസ് ടി കുര്യൻ ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ഡിസ്റ്റർബ് ആണ്. മ്യൂട്ട് ചെയ്യാൻ പറ്റും. മ്യൂട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ആദ്യമായിട്ട് ഞാൻ ലോറൻസ് സാറിന് നന്ദി പറയാണ്. സാറിനെ കിറ്റ്കോയുടെ ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് ഞാൻ പരിചയപ്പെട്ടത്. അപ്പോ അതിനുശേഷം സാർ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പം സെൻഡ് ചെയ്ത് തരാറുണ്ട്. അപ്പോ വളരെ എന്താണ് സാറ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ക്ലാസ്സിൽ സുധീരൻ സാറ് പറഞ്ഞത്, ത്വരയുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യണം എന്നൊരു ത്വരയുണ്ടെങ്കിൽ അതിനെ സഹായിക്കാനായിട്ട് എല്ലാ സംവിധാനങ്ങളും അതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഇപ്പൊ ഈ കൊറോണ കാലം ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം നമുക്ക് ഇത്രയും പേരെ നമുക്ക് ഒരുമിച്ച് കാണാനും ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാനും, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി നമ്മൾ പോകണം. ഇപ്പൊ ലേഡീസിനെയൊക്കെ സംബന്ധിച്ച് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ ഒരു സംവിധാനം കിട്ടുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. ക്ലബ് ഹൗസ് പോലുള്ള കാര്യങ്ങളും അതുപോലെ ഈ പ്രോഗ്രാം ഇതുപോലുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെ പോലെ ഓൺട്രപ്രണർഷിപ്പിലേക്ക് കാലെടുത്ത് വെച്ച ആൾക്കാർക്ക് ശരിക്കുള്ള ഒരു ഗൈഡൻസ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ സാറിന്റെ ക്ലാസ്സിന് ഒത്തിരി 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 നന്ദി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനുണ്ട്. ഞാൻ സാറിനെ വിളിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അഖില വിളിക്കും പറഞ്ഞാൽ അഖില വിളിക്കും കേട്ടോ. ആയിക്കോട്ടെ, സന്തോഷം. സാറേ ഇതിൽ നിന്ന് നമ്പർ എടുക്കാൻ പറ്റുന്നില്ല. സുജിത് സാറിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ ഇട്ടിട്ടുണ്ട്, അല്ലാതെ എടുക്കാൻ പറ്റുന്നില്ല. സാറേ നമുക്ക് രജനി മാഡത്തിന്റെ ക്ലാസ് കൂടെ കേൾക്കാം ഉച്ചയ്ക്ക് മുമ്പായിട്ട്.
ഇപ്പൊ തന്നെ കേൾക്കാം സാറേ. അപ്പൊ എന്താ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങുകയാണ്.